ഇനി ആ നുണ പറയുന്നതിന്റെ ഓരോ മൗലവിമാര് പറയുന്ന നുണയുടെ പട്ടികകളാണ് കൊണ്ടുവരാൻ പോകുന്നത്. എനിക്ക് അതിലിടയ്ക്കൊരു ചോദ്യം കിട്ടിയിരുന്നു. ഇതിന്റെ മറുപടി പറഞ്ഞിട്ടേ ഞാൻ പോവും ഇൻഷാ അല്ലാഹ്. എന്താ ചോദ്യം എന്നറിയോ? ഇവിടെ വന്നിട്ട് ഒരു ചങ്ങാതി തലയെക്കെട്ടും കെട്ടിയിട്ടേ ഇവിടെ വന്നിട്ട് നെല്ലിക്കുത്ത് ഉസ്താദ് കിതാബിൽ തട്ടിപ്പ് നടത്തി, മാളിയേക്കൽ തട്ടിപ്പ് നടത്തി, പേരോടും തട്ടിപ്പ് നടത്തി. ഞാൻ ഓരോന്നോരോന്ന് കേൾപ്പിച്ച് മറുപടി വരും, പേടിക്കേണ്ട നിങ്ങൾ. അതില് ചോദ്യം, യാ മുഹമ്മദ് എന്ന് അദബുൽ മുഫ്രദിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ സുന്നിയാവാമെന്ന് സിയാദ് മൗലവി ഫോണിലൂടെ ഒരു പ്രവർത്തകനെ അറിയിച്ചു. എന്നാ ഇപ്പൊ തന്നെ തിരിച്ച് ഫോൺ ചെയ്തോ, സുന്നി ആകാൻ പറഞ്ഞോ, അദബുൽ മുഫ്രദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വന്നൊരു മൗലവിയാണത്. അദബുൽ മുഫ്രദ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ വെച്ച് ആ വിഷയം വരുമ്പോൾ ഞാൻ കാണിച്ചു തരും. അയാൾക്ക് വരാനുള്ള ഒരു സമയം നേരത്തെ തന്നെ കിട്ടിക്കൊണ്ട് വെച്ച് ആദ്യം തന്നെ പറഞ്ഞതാ. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. എന്താ പറഞ്ഞു വന്നത്? കളവല്ലാതെ മൗലവിമാര് പറയൂല. എ പി അബ്ദുൽ ഖാദിർ മൗലവി അയാള് തന്നെ പറയുന്നത് ഒന്നാമത്തെ നുണ, കുണ്ടോട്ടി എന്ന് പറഞ്ഞ നുണ. ഇതൊക്കെ പണ്ഡിതന്മാര്, സുന്നി പണ്ഡിതന്മാർ കൂട്ടത്തോടെ വന്നതാണെന്നാണ്. ആദ്യം മൗലവി പറയുന്നത് കേൾക്ക് നിങ്ങൾ. ഇവിടെ വന്നൊക്കെ പണ്ഡിതന്മാരാണ്. എ പി അബ്ദുൽ ഖാദിർ മൗലവി സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഈ സമ്മേളനം നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുതുതായി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം സ്വീകരിച്ച് എത്തിയിട്ടുള്ള പണ്ഡിതന്മാരെ അവരുമായി ബന്ധപ്പെടുവാനും അവരുടെ പ്രസംഗങ്ങൾ കേൾക്കുവാനുമാണ്. അപ്പൊ പുതുതായി മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ച പണ്ഡിതന്മാരെ വന്നൊക്കെ പണ്ഡിതന്മാരാണെന്നാണ് ഈ എ പി അബ്ദുൽ ഖാദിർ മൗലവി പറയും. പിന്നെ അവരെ പ്രസംഗം കേൾക്കാൻ അവരായിട്ട് ബന്ധപ്പെടാൻ, അതിന്റെ ഈ ബന്ധപ്പെടലിൽ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു പണ്ഡിതന്മാരായിട്ട് ബന്ധപ്പെടാൻ പറ്റുമോ? എന്തിനാണ് കൈമടക്ക് വാങ്ങാനോ? എന്തിനാണ് ഈ ബന്ധപ്പെടൽ? ഉറുക്ക് വാങ്ങാനോ? മന്ത്രിക്കാനോ? എന്ത് ബന്ധപ്പെടാൻ? നിങ്ങൾക്ക് എന്ത് ബന്ധപ്പെടലാണ്? ഇരിക്കട്ടെ. എന്നാൽ അതിന്റെ ശേഷം പറയുന്നത് ഒരു പണ്ഡിതനെ കാണിച്ചു തരാം. ഇവിടെ വന്ന ഒരു ഭയങ്കര പണ്ഡിതനെ കാണിച്ചു തരാം. അയാൾ തന്നെ പറയുന്നത് തലപ്പാവ് അല്ല, തലപ്പാന്നാ പറയുന്നത്. തലപ്പ വെച്ചാ പിന്നെ മുസ്ലിംമാർക്ക് എന്തും പറയാ. വന്ന പണ്ഡിതനൊന്ന് കണ്ടോളി. വരട്ടെ നമ്മളെ തലപ്പ. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് കണ്ടുവരുന്നത്. ഒരു പണ്ഡിതനാണ് കാലം മുസ്ലിംമാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഏത് ഖുറാഫിത്തരം പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചും കൈമടക്കം കൊടുക്കും. അതുപോലെ നൂലോദനും മന്ത്രിക്കലും എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ? ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലക ശൈഅൻ വഖുലി ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ചെയ്തില്ല. ഇങ്ങനെയുള്ള സമ്പ്രദായങ്ങളാണ് കണ്ടുവരുന്നത്. അതുപോലെ പറഞ്ഞതുപോലെ ഈ തലപ്പ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലിംമാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഏത് ഖുറാഫിത്തരം പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചും കൈമടക്കം കൊടുക്കും. അതുപോലെ നൂലോദനും മന്ത്രിക്കലും എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു വലിയ പണ്ഡിതൻ. ഇത് സുന്നിന്ന് മാറിയിട്ട് വന്നൊരു വലിയ എ പി അബ്ദുൽ ഖാദിർ മൗലവി ഒരു വലിയ പണ്ഡിതൻ കിട്ടിയില്ലേ മൗലവിക്ക്? എന്നാ ആ പണ്ഡിതൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മൻ തഅല്ലഖ ശൈഅൻ ഉഖില ഇലൈഹി എന്ന ഹദീസ് അതാ വായിച്ചത് വകുലി ഇലൈഹി. മനസ്സിലായോ? അതെ, മറ്റേ മൗലവി എഴുതി കൊടുത്തത് മറ്റേ ഹർക്കത്തിട്ട് കൊടുത്തില്ല. ഹർക്കത്തിട്ട് കൊടുക്കാതെ വായിക്കാൻ കഴിയോ ഈ പിള്ളേർക്ക്? ഒന്നുകൂടി വെച്ചാ മതി. ഒന്ന് എല്ലാവരും കേൾക്കേണ്ടത് ഒന്നുകൂടി. നൂലിന്റെ ആവശ്യമുണ്ടോ? ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ തഅല്ലക ശൈഅൻ വഖുലി ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അല്ലാഹു അവന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ ഒരു പണ്ഡിതൻ ഞാൻ ഇപ്പൊ കണ്ടത്, പണ്ഡിതന്മാരിങ്ങനെ കൂട്ടത്തോടെ പോവുകയല്ലേ. വായിച്ചതും അർത്ഥം പറഞ്ഞതും ഒക്കെ തെറ്റാ. കാരണം ഏതോ ഒരു പിള്ളേരെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. ഏറ്റവും വലിയൊരു തലപ്പ, തലേനൊരു സാധനം കെട്ടിയ പണ്ഡിതനാവോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ പ്രധാനമന്ത്രി എത്ര വലിയ ആലിമാ.
മൻമോഹൻ സിംഗിന് അറിയണോ? 10 കൊല്ലം മൂപ്പരോടല്ലേ ചോദിക്കേണ്ടത്? ഇങ്ങനെ ആയിപ്പോയല്ലേ മുജാഹിദീങ്ങൾ. ഇവിടെ തന്നെ ഒരു അധ്യക്ഷൻ നാണി ഹാജി, നാണില്ല ഇയാൾക്ക് ഞങ്ങൾക്ക് മനസ്സിലാക്കും. AP അബ്ദുൽ ഖാദർ പോലെ വലിയ പണ്ഡിതന്മാരായിട്ട് കൊണ്ടുവന്നാണ് ഇവിടെ കുണ്ടോട്ടിയിലെ. ഇനി ഇവര് സുന്നത്ത് ജമാഅത്ത് വന്നു എന്നല്ലേ പറഞ്ഞത്? എനിക്ക് കേട്ടോളൂ, വേറൊരു ചങ്ങാതി പറയുന്നു ഞങ്ങളൊക്കെ NDF കാരായിരുന്നു. കേട്ടോ, എനിക്ക് എന്റെ NDF സുഹൃത്തുക്കളോട് പറയാനുള്ളത്, NDF പ്രസ്ഥാനത്തിൽ നിന്നും ഒരു ഹമനാനി മാത്രമല്ല രാജിവെച്ച് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത്. എന്നെപ്പോലെ അതുപോലെ നവാസ് റഷാദിയെ പോലെ മുമ്പ് നമ്മോട് സംസാരിച്ചു പോയ ഹുസൈൻ നദിവിയെ പോലെ ഒരുപാട് NDF പ്രവർത്തകർ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. അപ്പോ ആരാ പോയത്? സമസ്ത കേരളത്തിലുള്ള മെമ്പറാ. കുറെ NDF-കാര് ജമാഅത്ത് ഇസ്ലാമിയും മറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവര്, തബ്ലീഗ് ജമാഅത്തുകാര്, നൂർഷാ തരീഖത്തുകാര്, ഇങ്ങനത്തെ കുറെ ആളുകളെ കൊണ്ടുവന്നാൽ അത് സുന്നത്ത് ജമാഅത്ത് വന്നതാവോ? ഇനി രണ്ടാൾ വേറോ ചങ്ങാതി പറഞ്ഞിട്ടോളി ഞാൻ തബ്ലീഗ് ജമാഅത്തുകാരനായിരുന്നു എന്ന് പറയും. കേട്ടോളി, തബ്ലീഗിനെ അന്ധമായി അനുകരിച്ചുകൊണ്ടിരുന്ന, അന്ധമായി തബ്ലീഗ് ജമാഅത്തുകളിൽ ജമാഅത്ത് പോയിക്കൊണ്ടിരുന്ന എന്നിൽ നിന്നും ഞാൻ മുജാഹിദിലെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി. മനസ്സിലായില്ലേ? അപ്പൊ തബ്ലീഗ് ജമാഅത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ തയ്യാറായി. ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോയി. ഒറ്റ വീട്ടിലല്ലേ പണ്ടുള്ളത്. ഇനി കേട്ട വേറോ ചങ്ങാതി പറയുന്നു അയാളും തബ്ലീഗിൽ നിന്ന് വന്നാണ്. കേട്ടോളി, എന്റെ പഠനം എന്ന് പറയുമ്പോൾ എന്റെ SSLC പഠനത്തിന് ശേഷം എന്റെ മാതാപിതാക്കൾ എന്നെ തബ്ലീഗ് പ്രസ്ഥാനമായ നെടുമങ്ങാട് കാശിഫിൽ ഉലൂൽ അറബി കോളേജിലേക്ക് കൊണ്ട് ചേർക്കുകയായിരുന്നു. അപ്പോ തബ്ലീഗ് ജമാഅത്തിന്റെ സ്ഥാപനത്തിൽ പോയിട്ട് വന്നതാണ് അയാൾ. ഒക്കെ കുട്ടികളാണ്. ഇത് പണ്ഡിതന്മാർ എന്ന് പറയണമെങ്കിൽ കുറച്ച് പഠിക്കാനുള്ള സമയം കിട്ടണ്ടേ? പിന്നെ ഇവർക്കെല്ലാം കറാമത്തുണ്ടല്ലോ ഇൽമ. എനിക്ക് കേട്ടോളി, വേറോ ചങ്ങാതി ഞാൻ നൂർഷക്കാരനായിരുന്നു, നൂർഷാ തരീഖത്തുകാരനായിരുന്നു. കേട്ടോ, ഞാൻ ഇടക്കാലത്ത് മുറബ്ബിയായ ഷേഖിനെ കണ്ടെത്തേണ്ടുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി നൂരിഷാ തരീഖത്തിലും മറ്റും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വന്ന ഞാൻ ഇടക്കാലത്ത് മുറബ്ബിയായ ഷേഖിനെ കണ്ടെത്തേണ്ടുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി നൂരിഷാ തരീഖത്തിലും മറ്റും ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു എന്നാ പറയും. അപ്പൊ നൂരിഷാ തരീഖത്തുകാരനാണ് വേറൊരു മൗലവി. ഇനി വേറൊരു ചങ്ങാതി നമ്മളെ നേരത്തെ തലപ്പുണ്ടല്ലോ, കുലീലൈ എന്നെ പറയുന്നത് ഞാനും തരീഖത്തുകാരനായിരുന്നു. ഏത് ഈ ദിനേശ് പിടിവെച്ച കുട്ടിയെ തരീഖത്ത്. ഞാൻ ആ തരീഖത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആദ്യകാലം മൗലൂദ് ഓതാൻ, അതെ മൗലൂദ് ഓതാൻ അറിയാൻ ഉസ്താദിന്റെ അടികിട്ടി. ഇനി അടുത്തത് കേട്ടോളി, വിവരം നടക്കണല്ലോ, പണ്ഡിതന്മാർ വന്നല്ലേ. ഒരു ചങ്ങായി പറയും ഞങ്ങൾക്ക് വഹാബി എന്നാ പേര്, കാരണം അള്ളാഹ്ക്ക് വഹാബ് എന്നാണ് പേര്. ഇങ്ങനെ അള്ള വഹാബിയല്ലേ, അപ്പൊ അള്ളാന്റെ അവകാശികളാണ് ഞങ്ങൾ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വഹാബികൾ എന്ന് പറയുന്നത്. അപ്പൊ അള്ളാന്റെ അവകാശികൾ, നമ്മൾ സാധാരണ ഒരാൾ മരിച്ചാലൊക്കെ അവകാശികൾ ഉണ്ടാവുമല്ലോ, അതുപോലെ അള്ളാന്റെ അവകാശികളാണ് പോലും അവര്, അതുകൊണ്ടല്ലോ വഹാബികൾ എന്ന് പറയുന്നത്. അതൊന്ന് കേട്ടോളി, വിവരവും വളർക്കണല്ലോ. നിന്നോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വഹാബികളാണെന്ന് പറയുന്ന അള്ളാഹു പറഞ്ഞില്ലേ ഇന്നക അന്തൽ വഹാബ്, അള്ളാഹുവിനെയാണല്ലോ വഹാബ് എന്ന് പറയുന്നത്. ഞങ്ങൾ യഥാർത്ഥ അള്ളാഹുവിന്റെ അവകാശികളാണടോ, ഞങ്ങൾ യഥാർത്ഥ അള്ളാഹുവിന്റെ അവകാശികളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെയാണല്ലോ വഹാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളും ആ വഹാബികൾ തന്നെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കണ്ടോ? അതേസമയത്ത് മുജാഹിദ് എന്താ നീ കുട്ടികൾ പഠിച്ചിനോ? മുജാഹിദ് സെന്ററിന് പ്രസിദ്ധീകരിക്കുന്ന ബുക്കാണിത്. കേരളം മുജാഹിദ് സെന്റർ കോഴിക്കോട് 2 വില 1.25. ഇതിലെന്താ പറയുന്നത്? വഹാബി പ്രസ്ഥാനമെന്ന് എതിരാളികളും മുവഹിദുകൾ എന്ന് അനുകൂലികളും വിളിക്കുന്ന ചിന്താധാര ഏതോ അതിന്റെ പ്രഭാവ കേന്ദ്രമായ ശൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് 1703 നജ്ദിൽ ബുജാദനൈന. ഇവർക്ക് പേര് വരാൻ കാരണം ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളായതുകൊണ്ടാണ്. അതിനെ എതിരാളികൾ വഹാബികൾ വിളിക്കുന്ന ഇയാൾ ആയത്തോടാണ് വഹാബിക്ക് തെളിവ്. ഇന്നക അന്തൽ വഹാബ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഇന്നക അന്തൽ വഹാബ് എന്ന് പറഞ്ഞിട്ട് വഹാബികൾ എന്നുള്ള പേരിട്ട് വലിയ സന്തോഷത്തിലാ.
മൗലവിമാര്. നല്ല മൗലവിമാരെ, ഈ ഇന്നക്കാന്തൽ വഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? സഹാബികൾ കണ്ടിട്ടില്ലായിരുന്നോ? എന്നിട്ട് അവർക്കെന്തേ വഹാബികളെന്ന് പേരിട്ടാതിരുന്നത്? അത് അവര് അള്ളാന്റെ അവകാശികളല്ലാത്തോണ്ട്. അള്ളാന്റെ അവകാശികളായിട്ട് കുറച്ചാള് തെക്കൻ ജില്ലയിൽ നിന്ന് ഇറങ്ങിയതാ തെബിലിഗാരും എൻഡിഎഫുകാരും. അള്ളാന്റെ അവകാശികൾ കുറച്ച് നൂർശാത്തരീകത്ത്. ഇനി സഹോദരന്മാരെ, ഒരു ചങ്ങാതിന്റെ പ്രസംഗം കേൾക്കുന്നത് കൊണ്ടോട്ടി വന്ന് പ്രസംഗിച്ചാൽ കേൾപ്പിക്കുന്നൊക്കെ എന്താണോ? മൊത്തം ഈ മുസ്ലിം സമുദായം പലിശക്ക് കൊടുക്കുന്നവനെക്കാണ് മോശമായിട്ടാണ് അള്ളാനെ കാണുന്നതെന്നാ. ഇങ്ങനെ മൊത്തം മുസ്ലിം സമുദായം പലിശക്ക് കൊടുക്കുന്നവനെക്കാളും മോശമായിട്ടാണ് അള്ളാനെ കാണുന്നത് മുസ്ലിം സമുദായവും. വെക്ക് ഒരു പലിശക്കാരന് കൊടുക്കുന്ന അത്രയും ബഹുമാനം പോലും അള്ളാഹുവിന് കൊടുക്കാത്ത ഒരു ചുറ്റുപാടിലാണ് നാം ഇന്ന് മുസ്ലിം സമുദായം മൊത്തം ഇന്നുള്ളത്. മനസ്സിലായില്ലേ? മുസ്ലിം സമുദായം മൊത്തപ്പുള്ള അങ്ങനെയാണ്. ഒരു പലിശക്കാരന്റെ സ്ഥാനം കൂടി അള്ളാഹു കൊടുക്കുന്നില്ല. ഇതൊക്കെ പരസ്യമായ സ്റ്റേജും കെട്ടിയിട്ട് പറഞ്ഞതല്ലേ ഇവിടെ. ഇനി നിങ്ങൾക്ക് കേൾക്കളോ? ഒരു ചങ്ങാതി എന്താണ് പഠിച്ചവനെ, എന്താണ് കുപ്പസ്വാമി എന്നൊരു സ്വാമി ഉണ്ടായിരുന്നു. അയാൾക്ക് മക്ബർ ഉണ്ടാക്കിയിട്ട് ഉദ്ഘാടനം ചെയ്യാൻ കാന്തപുരം പോയി കളിച്ചു പോകുന്നു. എന്നിട്ട് മൂപ്പര് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിക്കുന്നു. എന്താണ് കാന്തപുരം ഉസ്താദിന് ഒരു കറാമത്ത് എന്നറിയോ? അള്ളാഹു ദീർഘായുസും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിക്കൊടുക്കണം. ചങ്ങാതിയോട് തന്നെ പറഞ്ഞുപോയി, ഇത് ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അതൊന്ന് വെച്ചാ മോനെ. കണ്ടോ, ഞാനിത് വളരെ കഷ്ടപ്പെട്ട് തമിഴ്നാട്ടിൽ പോയി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടമായത്. തമിഴ്നാട്ടിൽ പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ടുവന്ന പടാണ് കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ ചില പണക്കൊതിയന്മാരുണ്ട്. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്തിനോട് ഒരു കൂറുമില്ലാതെ പണം പെടുങ്ങളും എവിടെയും അങ്ങനെ ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ഞാൻ പറയുന്നു, ഇപ്പൊ അടുത്തൊരു ദിവസം എനിക്കൊരാൾ കൊണ്ടെത്തന്ന് കുറെ ഔലിയാക്കളെ ഫോട്ടോ എന്ന് പറഞ്ഞൊരു സാധനം. ഇതിൽ നമുക്ക് പരിചയമുള്ള ചില ആള് ഫോട്ടോ ഉണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ ആർക്കും എന്ത് ഫോട്ടോവും ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ ഈ ജാഹിലിങ്ങളോട് ആരാ പറഞ്ഞത്? കുറെ ആളുകളെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് വിറ്റ് പൈസ ഉണ്ടാക്കണമെന്നും എന്റെ ജാഹിലിങ്ങൾ ഔലിയാക്കളെ ഫോട്ടോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയി വെക്കല്ലേ, വലിയ ബർക്കത്താണെന്ന് വിചാരിച്ചിട്ട്. ഫോട്ടത്തിനെ ബഹുമാനിക്കുന്നത് കടുത്ത ഹറാമല്ലേ? ഏത് വലിയന്റെ ഫോട്ടോമാണെങ്കിലും ശരി, ഫോട്ടോ വെക്കുന്നത്, അതിനെ ബഹുമാനിക്കുന്നത് തെറ്റല്ലേ? അതുകൊണ്ട് ഞാൻ മുസ്ലിമീങ്ങളോട് പറയുന്നു, ഈ അടുത്തെന്റെ കയ്യിൽ ഒരാൾ കൊണ്ടെത്തുന്നതാണിത്. ഇങ്ങനത്തെ പണത്തിന്റെ തട്ടിപ്പുകളിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾ പെട്ടുപോകരുത്. നമ്മൾ ദീന് തുറന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന കാലത്തോളം ജീവിച്ചു മരിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൊണ്ടോട്ടിയിട്ട്. ഞാൻ എന്റെ ഉമ്മാമാരോട് പറയും, കൊണ്ടോട്ടിയിട്ട് ഒരു നേർച്ച നടക്കാൻ, എന്നിട്ട് ഊര കൊണ്ടുന്ന നേർച്ച. ആര് പറഞ്ഞു ഇങ്ങനെ ഒരു നേർച്ച നടത്താൻ? നേർച്ചയുണ്ട് ഇസ്ലാമില്, ഉറൂസുണ്ട് ഇസ്ലാമില്, അതൊന്നും ഇല്ലാന്നല്ല. പക്ഷേ ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന ഉറൂസ് നേർച്ച എന്ന് പറയും. എന്ത് നേർച്ചയാണത്? കുറെ തോന്നിവാസം നടത്തലാണോ നേർച്ച? നമ്മുടെ ആലിമീങ്ങൾ മുമ്പ് തന്നെ ശക്തിയായി അതിനെ എതിർത്തു വന്നതല്ലേ? ഞാൻ എന്റെ നാദാവൃത്ത പ്രസംഗത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന് 8-9 കൊല്ലം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനം, വടകരയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലെ തീരുമാനം, ഞാനത് CD-യിൽ കാണിച്ചിട്ടുണ്ടല്ലോ നാദാവൃത്ത പ്രസംഗത്തിൽ. ബഹുമാനപ്പെട്ട MA ഉസ്താദ് അന്നത്തെ കാലത്ത് തന്നെ വലിയ നേതാവാണ്. ഇങ്ങനെയുള്ള മുട്ട് വീണ ചില മുസ്ലിങ്ങൾ ആഘോഷങ്ങളിലും അടിയന്തരങ്ങളിലും മറ്റും ചെയ്തു വരുന്നത് കാണുമ്പോൾ, യഥേഷ്ടം ചെയ്തു വരുന്നത് കാണുമ്പോൾ എത്ര കണ്ട് ലജ്ജാവവും വ്യസനകരവുമാണ്. ഇവരുടെ ഇസ്ലാമിക നിഷ്ഠ എന്തായിപ്പോയെന്നോർത്തുകൊണ്ട് വ്യസനിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ്? അത്തരക്കാരുടെ കണ്ണ് സമസ്തയുടെ ഈ പ്രമേയം തുറപ്പിക്കുമെന്നും മേലിൽ ശറഇൽ അനുവദനീയമല്ലാത്ത മുഴുവൻ സംഗതികളിൽ നിന്നും അവര് വിരമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം. പരിപാവനമായ ദീനുൽ ഇസ്ലാമിന്റെ ഹക്ക് കൊണ്ട് അല്ലാഹു തആല അവർക്ക് തൗഫീഖ് നൽകട്ടെ, ആമീൻ. എന്ന് 1951 കാലത്ത് ഞാൻ ജനിക്കുന്നതിന്റെ 8 കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ വടകരയിൽ വെച്ച് ആ യോഗത്തിലാണ് ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ സമസ്തയിൽ മെമ്പറാകുന്നത്. ആ യോഗത്തിൽ വെച്ചെടുത്ത തീരുമാനം മഹാനായ MA ഉസ്താദ്
അന്നിറക്കിയ അൽബയാനിൽ എഴുതിയതാണ് സഹോദരന്മാരെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് അനുകൂലമാണെന്ന് വരുത്തി തീർക്കാൻ, എന്നിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന നേർച്ചന്റെ ചിത്രവും അതുപോലെ കാഞ്ഞിരമുറ്റത്തും മണത്തലയിലും അതുപോലെ മറ്റു പല സ്ഥലങ്ങളിലും വിവരമില്ലാത്ത ആളുകൾ നടത്തുന്ന നേർച്ചകളുടെ മുട്ടും പാട്ടും കൊണ്ടുവന്ന് നാദാവരത്ത് സ്ക്രീനിൽ കാണിക്കുകയാണ് ഹുസൈൻ സലഫി. ഞാൻ ചോദിച്ചു, ഇതെന്ത് തോന്നിവാസമാണ്? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഞങ്ങളെ പണ്ഡിത സംഘടനയോ യുവസംഘടനയോ വിദ്യാർത്ഥി സംഘടനയോ അത് സംഘടിപ്പിക്കുന്നുണ്ടോ? ഏതോ ജാഹിലീങ്ങൾ കള്ളു കുടിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഏതോ ജാഹിലീങ്ങൾ വ്യഭിചരിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയാണോ? ഞങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അത് നിങ്ങൾക്ക് നാദാവൃത്ത സീഡിയിൽ കേൾക്കാം. ഞാൻ പറയുന്നു, മഖ്ബറകളിൽ നടക്കുന്ന കുറെ അനാചാരങ്ങളുണ്ട്. ശക്തിയായി പണ്ഡിതന്മാർ അതിനെ എതിർത്തിട്ടുണ്ട്. ഇനിയും ആ എതിർപ്പ് തുടരേണ്ടതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് നാദാവൃത്ത ഞാൻ കുറ്റ്യാടിയിൽ വരുന്ന 24-ാം തീയതി മുതൽക്ക് ഫെബ്രുവരി 2 വരെ 10 ദിവസം 10 വിഷയങ്ങളെ സംബന്ധിച്ച് ഗണ്ണന പ്രസംഗം നടത്തുന്നുണ്ട്. ആ 10 വിഷയങ്ങളുടെയും CD ഇറങ്ങുമ്പോൾ മുസ്ലിം സഹോദരന്മാരെ നിങ്ങൾ കേട്ടുനോക്കണം. കാരണം അള്ളാഹുവിന്റെ ദീനിവിടെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കാൻ മൗലവിമാര് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ തെളിവുകൾ മുതഅല്ലിമീങ്ങൾ പഠിക്കണം, മോമിനീങ്ങൾ പഠിക്കണം. അതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല. ഞാൻ SSF-കാരനായിരുന്ന കാലത്ത് പുത്തമ്പള്ളി ജാറത്തിൽ സിയാറത്തിന് പോയി. ചെന്നപ്പോ ഞാൻ കണ്ടെന്നറിയോ, ഒരു പെണ്ണ് ജാറത്തിൽ വന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് ഒരു മൊയ്യാരി എന്ന് പേരുള്ള ഒരു ചങ്ങാതി ഇവളെ കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ പെണ്ണ് തലയിലിട്ട് തട്ടം കൈകൊണ്ടങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ വെളിച്ചെണ്ണ തലയിലിങ്ങനെ തടുകയാണ്. ഞാൻ കയറി ചെല്ലുമ്പോൾ കണ്ടുപോയതാ, അല്ലാതെ നോക്കാൻ പാടില്ലല്ലോ. ഞാൻ സിയാറത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അന്യപുരുഷന്മാരുടെ മുമ്പിൽ തലമറക്കാതിരിക്കാൻ പാടുണ്ടോ? സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഞാൻ സെക്രട്ടറിയെ കണ്ടിട്ട് ഇതൊന്നും പറ്റൂല എന്ന് പറയണോ വെച്ചിട്ട് ഞാൻ എന്റെ ആവേശത്തിൽ SSF-ന്റെ പ്രവർത്തകനാ. ഞാൻ എന്റെ ആവേശത്തിൽ സെക്രട്ടറിന്റെ ഓഫീസിൽ പോയി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാനേ. ചെന്നപ്പോ അയാളില്ല. ഞാനൊരു കത്ത് എഴുതി വെച്ചു. ഞാനിങ്ങ് പോന്നു. കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ അന്വേഷിച്ചു നോക്കുമ്പോ അന്ന് ദർഗന്റെ സെക്രട്ടറി മുജാഹിദാ. ദർഗന്റെ സെക്രട്ടറി മുജാഹിദാണ്. ഇവര് പറയും ദർഗയിലെ പൈസ ഇട്ടാനാണ്. ദർഗ കവർച്ച ചെയ്തിട്ട് പണം തട്ടിയവരാണ് മുജാഹിദ്. സംശയമുണ്ടോ? നിങ്ങൾ അൽ-ഇത്തിഹാദ് നോക്കൂ, ഇതാ എന്റെ കയ്യിലുണ്ട്. ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് ഖുർആൻ വിരുദ്ധ മുജാഹിദ് പ്രസ്ഥാനം എന്ന പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ ഞാൻ ഇതെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് CD എടുക്കുമ്പോൾ വാങ്ങിക്കേട്ടോളൂ. നിങ്ങൾ മദീനയിലെ മഖാം കവർച്ച ചെയ്ത് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളുകൾ പണം കട്ടുകൂതു. നിങ്ങൾ പുറത്തിറക്കുന്ന അൽ-ഇത്തിഹാദിൽ മുസ്ലിം ലീഗിന്റെയും മുജാഹിദിന്റെയും നേതാവായ KC അബൂബക്കർ മൗലവി എഴുതിയ ലേഖനമാണ്. ഞാൻ എന്റെ വകയിൽ പറഞ്ഞതല്ല. സഹോദരന്മാരെ, ഇനി അക്കാണുന്നോ CH മുഹമ്മദ് കോയ സാഹിബ്, അദ്ദേഹം അവതാരിക എഴുതിയ പുസ്തകം എഴുതിയത് ആര്? മുജാഹിദിന്റെ നേതാവ് ഈ മൊയ്ദ് മൗലവി. അയാൾ പറയുന്നു, കഅബത്തിലുള്ള രത്നങ്ങളും അതുപോലെ മദീനത്തെ മഖാമിൽ ജാറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദയിലുള്ള സാധനങ്ങളും ഞങ്ങൾ കവർച്ച ചെയ്തതാണ് എന്ന് നിങ്ങളുടെ നേതാവ് ഈ മൊയ്ദ് മൗലവി ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അവതാരികയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ കള്ളം പറയുന്നതല്ല. ഞാൻ അതിന്റെ പ്രസംഗങ്ങളിൽ പല സ്ഥലത്തും കാണിച്ചിട്ടുണ്ട്. സംശയമുണ്ടെങ്കിൽ മൗലവിമാര് പറയട്ടെ. ഇല്ല, മഖ്ബറയിൽ കവർച്ച നടത്തിയിട്ടാണ് നിങ്ങൾ പണം കയ്യിലാക്കൽ. മഖ്ബറയിൽ കവർച്ച നടത്തിയിട്ട് പുത്തമ്പള്ളി ജാറത്തിന്റെ സെക്രട്ടറി ഞാൻ അന്വേഷിക്കും മുജാഹിദ്. പിന്നെ എങ്ങനെ ഈ മഖ്ബറകൾ നമുക്ക് ശുദ്ധീകരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, അന്ന് ഞാൻ പിന്നെ SSF-ന്റെ SYS-ന്റെ ഒരു സമ്മേളനം ഇവിടെ പുത്തമ്പള്ളിയിൽ ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ ഞാൻ പൊതുയോഗത്തിൽ പ്രസംഗിക്കാനുണ്ട്. കൊല്ലം കുറേയായി. ഞാനത് പൊതുയോഗത്തിൽ പരസ്യമായി പറഞ്ഞു പുത്തമ്പള്ളി ജാറത്തിന്. ഇതാ മാധ്യമ പത്രത്തിൽ റിപ്പോർട്ട് 19/7/91 ജൂലൈ. മാധ്യമം, ജാറം കാണുന്ന പെണ്ണുങ്ങൾ പർദ്ദ ധരിക്കണം. പെരുമ്പടപ്പ് ജാറങ്ങളിലും മഖ്ബറുകളിലും മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കാതെ സന്ദർശനം നടത്തുന്നത് ബന്ധപ്പെട്ട മതസ്ഥാപന ഭാരവാഹികൾ നിരോധിക്കണമെന്ന് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് പേരൂർ അബ്ദുറഹ്മാൻ സഖാഫി ആവശ്യപ്പെട്ടു. ജാറങ്ങളിൽ വരുന്ന അന്യസ്ത്രീകളുടെ കയ്യിൽ പുരുഷന്മാർ വെളിച്ചെണ്ണ പകർന്നു കൊടുക്കുന്നതും തലമുടിയിൽ പുരട്ടുന്നതും അനിസ്ലാമികമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പെരുമ്പടപ്പ് പുത്തമ്പള്ളി ജാറത്തിനു സമീപം 3 ദിവസം നീണ്ടുനിന്ന സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന നേതൃക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിൽ പ്രസംഗിക്കായിരുന്നു അദ്ദേഹം. ഇപ്പൊ 19/7/1991 ഞാൻ പ്രസംഗിച്ച അന്നത്തെ മാധ്യമം റിപ്പോർട്ട് ചെയ്താണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നിട്ട് ഇത്തരത്തിലുള്ള സംഗതികൾ നമ്മളെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി
മുജാഹിദുകൾ പരിശ്രമിക്കും. നമ്മൾക്കതിന് ഉത്തരവാദിത്വമില്ല. ഈ കുണ്ടോട്ടിയിലും പരിസരങ്ങളിലുമുള്ള ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളോട്, തഖ്വയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സ്ത്രീകളോട് ഞാൻ പറയുന്നു, കുണ്ടോട്ടി നേർച്ച നടക്കുന്നു എന്ന് കേട്ടാൽ നിങ്ങൾ വീട്ടിലിരുന്നോളണം. അല്ലെങ്കിൽ തന്നെയും വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ വഅഖിംന സ്വലാഹ്. വീട്ടിലടങ്ങി ഒതുങ്ങി കഴിയട്ടെ, ഭംഗി പ്രകടിപ്പിക്കാതിരിക്കട്ടെ, വീട്ടിൽ വെച്ച് കൃത്യമായി നിസ്കാരം നിർവഹിക്കട്ടെ. സ്ത്രീകളോട് കൽപ്പന അങ്ങനെയല്ലേ? അതുകൊണ്ട് തന്നെ നേർച്ചപ്പൂരങ്ങളിൽ പങ്കെടുക്കാൻ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ ഇറങ്ങല്ല കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങളോട് പറയുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി കടക്കുന്നില്ല. SSF സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ യാഹൂ തങ്ങളെ മക്ബറയിൽ നടക്കുന്ന കടുത്ത അനാചാരത്തിനെതിരെ തിരൂർ ടൗണിൽ വെച്ച് ഞാൻ പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, മുത്തവല്ലി എന്റെ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തീരുമാനമെടുത്തു, അടുത്ത കൊല്ലം മുതൽക്ക് ഇനി അത്തരം അനാചാരം നടത്തുന്നില്ല. മക്ബറയിൽ വാല് പറയും, മക്ബറയിൽ ഖുർആൻ ഓതും, മക്ബറയിൽ ദിക്ർ ചൊല്ലും, മക്ബറയിൽ അന്നദാനം നടത്തും, സൽക്കർമ്മങ്ങളെ നടത്തൂ എന്ന് മുത്തവല്ലി തീരുമാനിച്ചു. ആ മുത്തവല്ലിയുടെ കെയർ ഓഫിൽ പിറ്റത്തെ കൊല്ലം കൃത്യമായി ശരിയായ നിലക്കുള്ള നേർച്ച നടക്കുമ്പോ പ്രസംഗിക്കാൻ എന്നെയും ക്ഷണിച്ചു. ഞാനവിടെ പ്രസംഗത്തിന് പോയി. സഹോദരന്മാരെ, പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വരുമ്പോ കാണുന്നൊരു കൂട്ടർ മുട്ടിപ്പാടി പോകുന്നു. ഞാൻ ചോദിച്ചു, ഇതെന്താ ഇത് നിർത്തി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കുമ്പോ ആ ദർഗയുമായി ഔദ്യോഗിക ബന്ധമുള്ളവരല്ല, അവിടുത്തെ മുജാഹിദീങ്ങളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അമ്മുട്ട് ഇവിടെ നിർത്തിയാ പറ്റൂല എന്ന് പറഞ്ഞ് അവര് സംഘടിപ്പിച്ചതാണിത്. എന്തിന്? നമ്മൾ പ്രസംഗിച്ചിട്ട് അമ്മുട്ടും പാട്ടും നിർത്തിച്ചപ്പോ അത് നിലനിർത്താൻ ശ്രമിക്കുന്നത് മുജാഹിദാണ് കേട്ടോ, ജമാഅത്ത് ഇസ്ലാമിയാണ് കേട്ടോ. കാരണം ഇത് ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാൻ, ഇതല്ലേ സുന്നീന്ന് ചോദിക്കാൻ. അതിനവർക്കത് ഇവിടെ നടന്നേ പറ്റൂ. അനുഭവമാ പറയുന്നത്. തിരൂരിലാ നടന്നത്, മലപ്പുറം ജില്ലയിലാ പ്രസംഗിക്കുന്നത്. സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറയട്ടെ, പടച്ചവന്റെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല, നിഷ്പക്ഷമതികളെ കോടതിയിൽ ഞങ്ങൾ ഉത്തരവാദികളല്ല. ഇത്തരം പൂരങ്ങൾ നിർത്തണം കേട്ടോ. നിർത്തുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ട് വെറുത്തങ്ങ് മാറി നിൽക്കണം കേട്ടോ. ഏതെങ്കിലും ഒരാള് ചന്തയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കൂടാന്നല്ല, അല്ലെങ്കിൽ കൊണ്ടോട്ടി ടൗണിൽ ഇറങ്ങിയിട്ട് മീൻ വാങ്ങിക്കൂടാന്നല്ല, മറിച്ച് അത്തരം പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടൊന്നും നമ്മൾ നടത്താൻ പാടില്ല. ഇനി സഹോദരന്മാരെ, ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇവര് ഒരു നേരത്തെ പ്രസംഗിച്ച മൗലവി, നമ്മുടെ കാസർകോട്ടുകാരെ കാഫറാക്കിയ മൗലവി, ആ മൗലവി പറയുന്നത്, ഞാൻ റിയാദുസ്സാലിഹീനോദി, ഞാൻ ശരിക്കൊന്ന് നോക്കിയപ്പോ റിയാദുസ്സാലിഹീന് കബറ് കെട്ടിപ്പൊക്കുന്നവരെയും കുമ്മായമിടുന്നവരെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ സുന്നീന്ന് മാറി. മൗലവിന്റെ പ്രസംഗ ഞാനത് കേൾപ്പിക്കുന്നു. AP അബ്ദുൽ ഖാദർ മൗലവിയെ തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവിയെ തന്നെ വെല്ലുവിളിക്കുന്നു. നിങ്ങളെ സ്റ്റേജിൽ വെച്ച് പ്രസംഗിച്ചതാണത്. റിയാദുസ് സാലിഹീൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ റിയാദുസ് സാലിഹീനിൽ അതേ ഖബറിന് കൊമ്മുകയപ്പെടുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തു ശപിച്ചു എന്ന്, ഖബർ കെട്ടിപ്പൊക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? റിയാദുസ് സാലിഹീൻ കൈപിടിച്ചാ ചോദിക്കുന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് മൗലവിയുടെ പ്രസംഗം ഒന്ന് കേൾക്കൂ. ഞാൻ റിയാദുസ് സാലിഹീനും അതുപോലെ തന്നെ പഠിച്ച മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്തു ഒന്ന് ആവർത്തി വായിച്ചു നോക്കിയപ്പോൾ അതാ വീണ്ടും കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു. ആരെയാണ് റസൂലുള്ള ശപിച്ചത്? ഖബർ കെട്ടിപ്പൊക്കുന്നവനെയും ആ ഖബറിൽ കുമ്മായമിടുന്നവനെയും റസൂലുള്ള ശപിച്ചിരിക്കുന്നു. ഞാൻ അവിടുന്ന് പേടിച്ചുപോയി. മൂപ്പർ അവിടുന്ന് പേടിച്ചുപോയി. കാരണം മറ്റേ മൗലവിന്റെ ജിന്നിനെ കണ്ടിട്ടുണ്ടാവും. മൂപ്പരതാ പേടിച്ചുപോയി. എന്നാ സഹോദര, പച്ചക്കള്ളമല്ലേ പറഞ്ഞത്? റിയാദുസ് സാലിഹീനിൽ അങ്ങനെ ഒരു ഹദീസുണ്ടോ? റിയാദുസ് സാലിഹീനിൽ തജ്സീസുൽ ഖുബൂറിനെ സംബന്ധിച്ചും ബിനാഉൽ ഖബറിനെ സംബന്ധിച്ചും അൽ ഖുഊദു അലൽ ഖബറി, ഈ മൂന്ന് വിഷയങ്ങളെ സംബന്ധിച്ച് ഹദീസുണ്ട്. പക്ഷേ ശപിച്ചു എന്നല്ല ഉള്ളത്.
നഹി ചെയ്തു എന്നാണുള്ളത്. ആ ഹദീസിന്റെ നമ്പർ 1770 ഹദീസാണത്. എന്നാൽ അതേ ഹദീസിന്റെ നേരെ മേലെ 1765 ഹദീസ് ഒന്ന് നോക്കൂ നിങ്ങൾ. ഞാൻ നഹി ചെയ്തു എന്നല്ലേ പറഞ്ഞത്. മുതഅല്ലിമീങ്ങൾക്കത് മനസ്സിലായോ? നെഹി അമ്രുൻ നെയ്യൊക്കെ നമ്മൾ മീസാൻ എന്ന് പഠിച്ചതല്ലേ. നെഹി എന്ന് പറഞ്ഞാൽ വിരോധമെന്നല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു എന്നല്ലേ എന്ന് സംശയിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ടാകും. ശരിക്ക് പഠിച്ചോ മുതഅല്ലിമേ, അതിന്റെ നേരെ മേലോട്ട് പോയിക്കോ. 1765 ഹദീസ്. വഅൻ മുഹമ്മദ് ഇബ്നു അബ്ബാദിൻ ഖാല സഅൽതു ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസ്. ഈ ഹദീസോ ഇപ്പൊ ഞാൻ പറഞ്ഞ ഹദീസോ അതും ജാബിർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു. രണ്ട് സ്ഥലത്തും പറയുന്ന വാചകം എന്താണ് കേട്ടോളൂ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ നേരത്തെ പറഞ്ഞ 1770 നമ്പറിൽ പറഞ്ഞു നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുജസ്സസൽ ഖബറു വഅൻ യുഖാദ അലൈഹി വഅൻ യുബ്ന അലൈഹി റവാഹു മുസ്ലിം. എന്നാ 1765 ഹദീസ് ഒന്ന് നോക്ക്. സഅൽതു ജാബിർ റളിയല്ലാഹു അൻഹു അനഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമിൽ ജുമുഅത്തി ഖാല നഅം മുത്തഫഖുൻ അലൈഹി. ഇനി ഞാനിതൊന്ന് വിശദീകരിക്കട്ടെ. മുതഅല്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കും. വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഹിയുണ്ടോ, വിരോധമുണ്ടോ? ജാബിർ റളിയല്ലാഹു അൻഹു ചോദ്യം. മഹാനവറുകൾ പറയുന്നു ഉണ്ട്. വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്നതിന് വിരോധമുണ്ട്. ഓ സഹോദരന്മാരെ, ഇപ്പൊ ഒരാൾ വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പെടുത്താൽ അള്ളാന്റെ റസൂൽ ശപിച്ചു എന്ന് പറയാൻ പറ്റുമോ? വെള്ളിയാഴ്ച മാത്രം സുന്നത്ത് നോമ്പെടുക്കുന്നത് വിരോധിച്ച ഹദീസുണ്ട്. അതുകൊണ്ട് ആ ദിവസം നോമ്പെടുത്താൽ അള്ളാന്റെ റസൂൽ ശപിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മറിച്ച് കൂടി വന്നാൽ മറ്റൊരു നോമ്പോ പതിവായി നിർവഹിക്കുന്ന നോമ്പിന്റെയോ സമയം വരാതെ വന്നാൽ മക്റൂഹാണെന്ന് വരും. ഇത്രയല്ലേ വരുന്നുള്ളൂ. ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. ഇതുപോലെ ഖബറിന്റെ മേൽ കുമ്മായമിടുമ്പോ ശരിക്ക് പഠിച്ചു വെച്ചോ, കുമ്മായം എന്ന് പറയുന്ന സാധനം അത് തീയുമായി ബന്ധപ്പെടുന്ന ഒരു സാധനമാണ്. തീയുമായി ബന്ധപ്പെട്ട വസ്തു മയ്യത്തിന്റെ അടുക്കലും ഖബറിന്റെ അടുക്കലും കൊണ്ടുപോകുന്നത് കറാഹത്താണ്. അതുകൊണ്ട് കുമ്മായം എന്ന് പറയുന്ന തീയുമായി ബന്ധപ്പെട്ട സാധനം ഖബറിന്റെ മേലെ കൊണ്ടുപോയി ഇടുന്നത് തീയുമായി ബന്ധപ്പെട്ട സാധനമായതിനാൽ അത് മക്റൂഹാണെന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനും അഭിപ്രായമുണ്ട്. എന്നാൽ വജാസൽ ഇമാം അബൂ ഹനീഫ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അത് കറാഹത്തല്ല എന്ന അഭിപ്രായക്കാരനുമാണ്. ഏതായാലും മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഖബറിന് കുമ്മായം ഉപയോഗിക്കുന്നത് കറാഹത്താണോ അല്ലേ എന്നതിലാ തർക്കം. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചു എന്നൊരൊറ്റ ഹദീസിലുമില്ല. അത് പച്ചക്കള്ളം മൗലവിമാര് പറഞ്ഞുണ്ടാക്കിയതാണ്. ഇതുപോലെ ബിനാഉൽ ഖബറിന്റെ നിയമവും അത് ആവശ്യമില്ലാതെയാണെങ്കിൽ കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഔലിയാക്കൾ മഹാന്മാരെ മഖ്ബറ അവിടെ സിയാറത്തിന് വരുന്നവർക്ക് മഴയും വെയിലും കൊള്ളാതിരിക്കാൻ ബിൽഡിംഗ് നിർമ്മിക്കുകയാണെങ്കിൽ, അതുപോലെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അത് കറാഹത്തില്ല എന്ന് പണ്ഡിതന്മാര് വിവരിച്ചിട്ടുണ്ട്. എന്നല്ല, അതൊരാവശ്യമാണെന്ന് തന്നെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ആകയാൽ അതൊരു കർമ്മശാസ്ത്രപരമായ നിയമമാണ്. ആ നിയമത്തിലുള്ള ചർച്ച തന്നെ കറാഹത്തുണ്ടോ ഇല്ലേ എന്നതാണ്. അതും കുമ്മായത്തിന് മാത്രമാണ്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നു, തീയിൽ ചൂടാക്കാത്ത കളിമണ്ണ് കൊണ്ടാണ് നിങ്ങൾ ഖബറിന്റെ മേലെ തേക്കുന്നതെങ്കിൽ വിരോധമില്ല. നേരെ മറിച്ച് തീയിൽ ചൂടാക്കിയ സാധനം, അതേ നമ്മൾ പുരുടീസ് എന്നൊരു സാധനമില്ലേ, തീയിൽ ചുട്ടെടുക്കുന്ന ഇഷ്ടികയില്ലേ, അതൊക്കെ ഖബറിൽ വെക്കുന്നത് നല്ലതല്ല. കാരണം തീയുമായി ബന്ധപ്പെട്ട വസ്തു ഖബറിന്റെ അടുക്കൽ കൊണ്ടുവരുന്നതും അതുപോലെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ തീ കൂടെ തന്നെ കൊണ്ടുപോകുന്നത് വരെ കറാഹത്താണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ തീയുമായി ബന്ധപ്പെട്ട സാധനമായതിനാൽ കുമ്മായമിടുന്നത് കറാഹത്താണെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതിന് തെളിവായി അവർ ഉദ്ധരിക്കുന്ന ഹദീസാണത്. നേരെ മറിച്ച് അതിന് വിരോധമില്ലെന്ന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇജ്മാ ഇല്ലാത്തൊരു കാര്യത്തിന് ഇൻകാർ പാടില്ലെന്നല്ലേ പണ്ഡിതമതം. അതുകൊണ്ട് തന്നെ കുമ്മായം
അഭിപ്രായമിട്ടാലും ഇൻകാറിന് വകുപ്പില്ല. കാരണം ഖിലാഫുള്ള മസലയാണ്, പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുള്ള വിഷയമാണ്. അപ്പൊ നെഹിയുണ്ടായി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് വെള്ളിയാഴ്ചത്തെ സുന്നത്ത് നോമ്പിനും നെയ്യുണ്ടെന്നതിന്റെ നേരെ മേലെ ബുഖാരി മുസ്ലിമിന്റെ ഹദീസില്ലേ. അതുകൊണ്ട് വെള്ളിയാഴ്ച സുന്നത്ത് നോമ്പെടുത്തവനെ ശപിച്ചു എന്ന് പറയാൻ പറ്റുമോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഈ കൊണ്ടോട്ടിയിൽ വന്നിട്ട് പച്ചക്കള്ളമല്ലേ റിയാദ് സാലിഹീന്റെ പേരും പറഞ്ഞിട്ട് മൗലൈമാര് തട്ടിവിട്ടത്. അതേ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ചു എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ പേരിൽ പച്ചക്കള്ളം ഹദീസ് കെട്ടിയുണ്ടാക്കിയ മുജാഹിദ് മൗലവിമാരെ നിങ്ങളെ വിളിക്കുന്നു ഞാൻ. നിങ്ങൾ റിയാദുസ് സാലിഹീനിൽ കുമ്മായ വിടുന്നതും കെട്ടുന്നതുമൊക്കെ അതാ റസൂലുള്ള ശപിച്ചു എന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ഒന്ന് കാണിച്ചു തരാമോ? പച്ചക്കള്ളം പറയലാണോ? നിങ്ങൾ ബിദായത്തുൽ മുജ്തഹിദ് എടുത്തു നോക്കൂ. ഇബ്നു റുഷ്ദിന്റെ ബിദായത്തുൽ മുജ്തഹിദ് ഈ മുജാഹിദ് മൗലവിമാരെ കോളേജിൽ പഠിപ്പിക്കാറില്ലേ? അതിൽ ഞാൻ പറഞ്ഞ വിഷയമില്ലേ? ഇനി സഹോദരന്മാരെ മൗലവി പറയുന്നു, ശാഫി മദ്ഹബ് പ്രകാരം മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാലും പ്രതിഫലം മയ്യത്തിന് കിട്ടൂല എന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞാനങ്ങ് വിട്ടൂന്ന. ശാഫി മദ്ഹബ് പ്രകാരം മൂപ്പർക്ക് അങ്ങ് മനസ്സിലായി എന്ത്? മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയാ മയ്യത്തിന് പ്രതിഫലം കിട്ടൂല. മൗലവി എന്തേ നിങ്ങൾ ഈ കുഫിരിയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ഞങ്ങൾ ആരെങ്കിലും വിളിച്ചൊന്ന് ടെലിഫോൺ ചെയ്ത് ചോദിച്ചുകൂടായിരുന്നോ? എന്തേ നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്? മരിച്ച മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നതിന്റെ വിധി എന്താണ്? ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല, ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ട സുന്നത്താണ്. അത് ഖുർആനിന് തുല്യമാണെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഇബ്നു തൈമിയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ അതാ ഫതാവയൊന്ന് എടുത്തു നോക്ക്. ലാകിൻ ഇദാ തുസദ്ദിഖാനിൽ മയ്യിത്ത് അലാ മൻ യഖറഉൽ ഖുർആന ഔ ഗൈരിഹിം, മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതുന്നവർക്കും അല്ലാത്തവർക്കും മയ്യത്തിന്റെ പേരിൽ ധർമ്മം ചെയ്യുന്നത് യൻഫഉ ദാലിക ബിഇത്തിഫാഖിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാതെ മയ്യത്തിന് ഉപകരിക്കുന്നതാണ് കേട്ടോ. വകദാലിക മൻ ഖറഅൽ ഖുർആന മുഹ്തസിബൻ വഹദാഹു ഇലൽ മയ്യിത്ത് നഫഅഹു ദാലിക, അതുപോലെ മയ്യത്തിന്റെ പേരിൽ ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്താൽ മയ്യത്തിന് ഫലം കിട്ടും കേട്ടോ. മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ലാത്ത വിഷയമാണെന്ന്. ഓ മുജാഹിദേ, ഇബ്നു തൈമിയ്യ അതിന്റെ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ശാഫിഈ മദ്ഹബിൽ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരു ആശയമുണ്ട്. അതെന്താണ് ആശയമെന്ന് നിങ്ങൾ പഠിച്ചില്ല, മനസ്സിലാക്കിയില്ല. നിങ്ങൾ ഞങ്ങളെ പ്രസംഗവും കേട്ടില്ല, ക്ലാസും കേട്ടില്ല. ഞാൻ ഈ തെക്കൻ ജില്ലയിൽ നിന്ന് വിവരമില്ലാത്ത തബ്ലീഗുകാരന്റെ കൂടെ ഓതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളെ, വടക്കൻ ജില്ലയിലും അത്തരക്കാരായ മുതഅല്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരോടും സ്നേഹത്തോടെ പറയുന്നു, നിങ്ങൾ തലപ്പയും വെച്ച് നടക്കണ്ട. നിങ്ങൾ വരൂ, ഞങ്ങളെ ദർസിലേക്ക് വരൂ, മർക്കസിലേക്ക് വരൂ, ഇഹ്യാഉ സുന്നയിലേക്ക് വരൂ, സിറാജുൽ ഹുദയിലേക്ക് വരൂ. നിങ്ങൾ ദീന് പഠിക്കൂ, ഇമാമിങ്ങൾ പറഞ്ഞത് പഠിക്കൂ. ഞാൻ നിങ്ങളോട് പറയട്ടെ, ശരിക്കൊന്ന് മനസ്സിലാക്കി വെച്ചോ. എന്താണ് ഇമാമിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഫലം ഒന്ന് വേറെ, പ്രതിഫലം ഒന്ന് വേറെ എന്ന് പറഞ്ഞാലോ, ഫലവും പ്രതിഫലവും തമ്മിൽ വ്യത്യാസമുണ്ട്. സവാബ് ചേരൂല എന്ന് ചില കിതാബുകളിലുണ്ട്. അത് കാണിച്ചിട്ട് മൗലവിമാര് വഞ്ചിച്ചതാണ്, കബളിപ്പിച്ചതാണ്. എന്താ പറഞ്ഞത്? ആ മുതഅല്ലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. പ്രതിഫലം എന്ന് പറഞ്ഞാൽ എടുത്തതിന്റെ കൂലി, അതിനാ പ്രതിഫലം എന്ന് പറയാം. അത് ഒരാൾ ഖുർആൻ ഓതിയിട്ട് ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതിയാൽ ആ ഖുർആൻ ഓതിയ വകയിൽ കിട്ടുന്ന കൂലി അല്ലാഹ് ആർക്കാ കൊടുക്കുക? അത് ഓതിയാക്കിയന്നെ പ്രതിഫലം അയാൾക്ക് കിട്ടും. പിന്നെ ബാപ്പക്ക് എന്താ കിട്ടുക? ബാപ്പക്ക് ഫലം കിട്ടും, ബാപ്പക്ക് ഫലം കിട്ടും. എങ്ങനെ മുസ്ലിയാരെ? പഠിച്ചോ. മയ്യിത്ത് നിസ്കാരം, മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ കൂലി ആയിരിക്കാം? നമ്മൾ മയ്യിത്ത് നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലം ആയിരിക്കാം? അതിന്റെ കൂലി നമുക്ക് തന്നെ. അതിന്റെ ഫലം ആയിരിക്കാം? ഫലം മയ്യിത്തിന്. മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുമ്പോൾ, മയ്യത്തിന്റെ പേരിൽ നിസ്കരിക്കുമ്പോൾ മയ്യത്തിന് ഫലം കിട്ടുന്നു. നിസ്കരിച്ചാക്കോ കൂലിയും കിട്ടുന്നു, പ്രതിഫലവും കിട്ടുന്നു. മയ്യിത്ത് നിസ്കാരം എന്തിനാ പറയാ? ദിക്റും ഖുർആനോത്തും സലാത്തും ദുആയും സലാം അല്ലേ? അല്ലേ മയ്യിത്ത് നിസ്കാരം?
മൗലവിമാരെ ഞാൻ പഠിപ്പിച്ചില്ലേ ഏത് വാദപ്രതിവാദത്തിൽ? അതുകൊണ്ടല്ലേ അബ്ദുസ്സലാം സുല്ലമി ശബാബിൽ എഴുതിയത് സക്കരിയ സലാഹിക്കും ഹനീഫ കായക്കൊടിക്കും അള്ളാഹ് ഇറക്കിയ മുസീബത്താണ് മഞ്ചേശ്വരം സംവാദമല്ലേ നമ്മൾ അബ്ദുസ്സലാം മൗലവി എഴുതിയത്? എന്താ കാരണോ? അത് വലിയ മുസീബത്ത് തന്നെയായിരുന്നു. ഞാനന്ന് പഠിപ്പിച്ചില്ലേ മൗലവിമാരെ, ഈ മയ്യത്തിന്റെ പേരിൽ ഫർളായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു അല്ലാഹു അക്ബർ എന്നല്ലേ മൗലവിമാരെ നീയത്തിൽ കൈകെട്ടുന്നത്? അപ്പൊ ആരുടെ പേരിലാ മയ്യത്ത് നിസ്കാരം? മരിച്ച മയ്യത്തിന്റെ പേരിൽ അല്ലേ? മയ്യത്തിന്റെ പേരിൽ നിസ്കാരം ശരിക്കും പഠിക്കും. മയ്യത്തിന്റെ പേരിൽ നിസ്കാരം. എന്താണ് ഈ നിസ്കാരം? ഒന്നാമത്തെ പരിപാടി അല്ലാഹു അക്ബർ. എന്താ സംഗതി? അതൊരു ദിക്റ. അപ്പൊ ഈ ദിക്റ ആരുടെ പേരിലാ? മയ്യത്തിന്റെ പേരിൽ. അങ്ങനല്ല നിയ്യത്ത് ചെയ്തത്. എങ്ങനെ നിയ്യത്ത് ചെയ്തത്? ഈ മയ്യത്ത് നിസ്കാരത്തിന്റെ കുറച്ച് ഭാഗം മയ്യത്തിന്റെ പേരിൽ ഇതാ നിയ്യത്ത് ചെയ്തത് അല്ലെ? തീർത്തും മയ്യത്തിന്റെ പേരിലോ? തീർത്തും മയ്യത്തിന്റെ പേരിൽ. ഒന്നാമത്തെ പരിപാടി അല്ലാഹു അക്ബർ ദിക്റ. അടുത്ത പരിപാടി അൽ ഫാത്തിഹ. അടുത്ത പരിപാടി ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതല്. ഫാത്തിഹ ഓതാൻ പറ്റൂല എന്നാ മൗലവിമാരെ കണ്ടുപിടുത്തം. അതിന് പാട്ട് പാടണോ എന്നാ ബദല് ഞാൻ കേൾപ്പിക്കുന്നുണ്ട്. ഫാത്തിഹയ്ക്ക് ബദല് പാട്ട്. എന്നിട്ടോ അങ്ങനെ രണ്ടാമത്തെ ഫാത്തിഹ. അടുത്ത പരിപാടി അല്ലാഹു അക്ബർ വീണ്ടും ദിക്ർ. അടുത്ത പരിപാടി മയ്യത്തിന്റെ പേരിൽ നബി തങ്ങളുടെ മേൽ സ്വലാത്ത്. അടുത്ത പരിപാടി അല്ലാഹു അക്ബർ വീണ്ടും ദിക്ർ മയ്യത്തിന്റെ പേരിൽ. അടുത്ത പരിപാടി മയ്യത്തിന്റെ മേൽ മയ്യത്തിന് വേണ്ടി ദുആ. അടുത്ത പരിപാടി അല്ലാഹു അക്ബർ വീണ്ടും ദിക്ർ. അടുത്ത പരിപാടി മരിച്ച മയ്യത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ സലാം പറയല്. കാരണം നമ്മൾ ഒന്നു തന്നെയല്ലേ, അങ്ങനെ ഒരു സലാം പറയും. മരിച്ച മയ്യത്തിന്റെ പേരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ സലാം പറയല്. ഇതല്ലേ മയ്യത്ത് നിസ്കാരം? അപ്പൊ മയ്യത്തും മുന്നിൽ വെച്ച് ഖുർആൻ ഓതാൻ പാടില്ല എന്നാ മൗലവിമാര് പറയും. എന്തിനാ മൗലവി ഫാത്തിഹ ഓതുന്നത് മയ്യത്ത് മുന്നിൽ വെച്ചിട്ട്? മയ്യത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ഫാത്തിഹ ഓതുന്നില്ലേ? ഫാത്തിഹ രാമായണ, അത് ഖുർആനല്ലേ? മയ്യത്തും മുന്നിൽ വെച്ചിട്ട് മൗലവിമാരൊക്കെ പറയാ ജീവിച്ചിരിക്കുന്നവരോട് ഓതാനുള്ളതാണ് ഖുർആൻ, ജീവിച്ചിരിക്കുന്നവർ മുന്നിൽ ഓതാനുള്ള ഖുർആൻ. പിന്നെ നിങ്ങൾ എന്തിനെ മയ്യത്തും മുന്നിൽ വെച്ച് ഫാത്തിഹ ഓതുന്നത്? ഫാത്തിഹ ഖുർആനല്ലേ? ആ മയ്യത്തിന്റെ മുന്നിൽ ഓതുന്നില്ലേ? ജീവിച്ചിരിക്കുന്നവർ മുന്നിൽ ഫാത്തിഹ ഓതി ഖുർആൻ ഓതിയാൽ മതിയെങ്കിൽ നിങ്ങൾ എന്തിനാണ് തോന്നുന്നത്? പക്ഷേ തലച്ചോറ് ചിന്തിക്കാൻ ഈ മൗലവിമാർക്കോ ഇല്ലാതെ പോയി. മുസ്ലിമീങ്ങൾ അങ്ങനെ ആവാൻ പാടുണ്ടോ? അതുകൊണ്ട് ചുരുക്കി പറയുന്നു, ഈ മൗലവി പറയുന്ന എന്താ? മൂപ്പരാഗോദിയ റിയാദു സാലിഹീന. എന്നാ ആ റിയാദു സാലിഹീനില്ലേ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്ന സുന്നത്താന്ന് പറഞ്ഞത്? ഈ മൗലവി ഇവിടെ വന്ന വടക്കെന്ന് വന്ന മൗലവി ഉണ്ടല്ലോ, കാസർകോട്ടുകാർ ഖബർ ആരാധിക്കുന്നു എന്ന മൗലവി, അയാൾ ഓതി എന്ന് പറഞ്ഞ റിയാദു സാലിഹീനാണ് ആകെ ഓതി എന്ന് പറഞ്ഞത്. ആ റിയാദു സാലിഹീനില്ലേ ഖബറിന്റെ അടുത്ത് ഖുർആൻ ഓതുന്ന സുന്നത്താന്ന് ശാഫി ഇമാം പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി. നോക്കിക്കോളി, ഒന്ന് വെച്ചുകൊടുത്താവനെ. ഷാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം മരിച്ച മയ്യത്തിന്റെ അരികിൽ പരിശുദ്ധ യാസീൻ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുകയില്ലെന്നാണ് ഷാഫി മദ്ഹബ് എന്ന് എനിക്ക് മനസ്സിലായി. മൂപ്പർക്ക് മനസ്സിലായി എന്ത്? പ്രതിഫലം കിട്ടൂല എന്നാണ്. പ്രതിഫലവും ഫലവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ല. ഇനി നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാൻ വേറൊരു ഉദാഹരണം വരെ നോക്കിക്കോളൂ. ഈ മൈക്ക് സെറ്റില്ലേ, ഈ മൈക്ക് സെറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നതിന്റെ പ്രതിഫലം ആയിരിക്കാം? ആ സെറ്റുകാരനാണ്. അതിന്റെ ഫല ആയിരിക്കാം? ഫല എനിക്കും നിങ്ങൾക്കുമാണ്. ഈ മൈക്ക് സെറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നതിന്റെ പ്രതിഫലം സെറ്റുകാരന്. ഡയലോഗ് ഫ്രീ ആണോ എന്നറിയില്ല. അതേ സമയത്ത് നമുക്ക് ഫലം ആർക്ക്? ഫലം നമുക്ക്. അപ്പൊ ഫലം ഒന്ന് വേറെ, പ്രതിഫലം ഒന്ന് വേറെ. അപ്പൊ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇബ്നു കസീർ ഒക്കെ ഉദ്ധരിച്ചൊരു വാചകം എന്താണത്? സവാബ് ചേരൂല എന്ന് പറഞ്ഞാൽ ഓതിയതിന്റെ പ്രതിഫലം ഓതിയാക്ക്, ഫലം മയ്യത്തിന്. അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, റിയാദു സാലിഹീൻ എന്ന് വെച്ച് കാണിച്ചു കൊടുക്കൂ. قال الشافعي رحمه الله يستحب أن يقرأ عنده شيء من القرآن. ഖബറിനടുക്കൽ ഖുർആനിൽ നിന്ന് അല്പമെങ്കിലും ഓതൽ സുന്നത്താക്കപ്പെടും. വൈൻ ഖതമുൽ ഖുർആന ഇൻദഹു കാന ഹസനൻ. ഖബറിനടുക്കൽ വെച്ച് ഖുർആൻ മുഴുവനും ഖത്തം തീർത്താൽ വളരെ നല്ലതാണ് കേട്ടോ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ആ മൗലവി പറഞ്ഞ റിയാദു സാലിഹീൻ തന്നെ ഇല്ലേ? പച്ചക്കള്ളം പറഞ്ഞിട്ട് ആ പാവം നാണിഹാനിയെ നാണിപ്പിച്ചതല്ലേ? പക്ഷെ ഈ മുജാഹിദിൽ പെട്ടുപോയ സാധാരണക്കാർക്കുണ്ടോ ഇത് മനസ്സിലാകുന്നു? ഞാൻ മനസ്സിലാക്കി, നാണിഹാജി നമ്മളെ ഇടമുട്ടത്തെ മധ്യസ്ഥനായിരുന്നു മുജാഹിദിന്റെ ഭാഗത്ത്. 3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു മൗലവിയോട്, പുസ്തകം കട്ട് വായിച്ചപ്പോ തീർത്തും വായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മൗലവി അതിന് കൂട്ടാക്കിയില്ല. അന്നെങ്കിലും നാണമുണ്ടെങ്കിൽ ഇയാൾ മുജാഹിദ് വിടേണ്ടതല്ലേ?
ഇപ്പോഴും ഇയാൾ മുജാഹിദിന്റെ അധ്യക്ഷനാണെന്ന് കണ്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഞാൻ ആലോചിക്കുന്ന ഹിദായത്ത് അല്ലാഹു അദ്ദേഹത്തിനും കൊടുക്കട്ടെ, എല്ലാ മുജാഹിദുകൾക്കും അല്ലാഹു ഹിദായത്ത് കൊടുക്കട്ടെ. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന സഹോദരന്മാരെ ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മൗലവി ഇവിടുന്ന് പറയുന്നു നൂശാത്തിരിക്കുന്നു വന്നതാ, മൂപ്പര് വരുന്നു മടവൂര് CM മടവൂര്, മൂപ്പര CM മടവൂരിനെ തീർത്ത് ചീത്തയും പറഞ്ഞു, CM വലിയ ചീത്ത. മൂപ്പര് പറയും എന്ത് മജ്ദൂബ്, അങ്ങനെ മജ്ദൂബുണ്ടോ? സറൗല ഖായിദ എന്നാ പറയുന്നത് തന്നെ, സറൗല ഖായിദയിൽ അതില്ലല്ലോ. എന്ത് കുട്ടി, നീ അഖീദയുടെ കിതാബ് പഠിച്ചിട്ടുണ്ടോ? ശറഹുൽ അഖായിദ് എഴുതിയ പണ്ഡിതൻ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അല്ലേ? ആ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദ് എന്നൊരു കിതാബില്ലേ, ആ ശറഹുൽ മഖാസിദിൽ ബഹുമാനപ്പെട്ടവര് വളരെ വ്യക്തമായി എഴുതിയിട്ടില്ലേ, മജ്ദൂബുകളായ ഔലിയാക്കളെ സംബന്ധിച്ച് എഴുതിയിട്ടില്ലേ? മഹാനവറുകൾ എഴുതിയത് എന്താണ്? ഒരിക്കലും തന്നെ എത്ര തന്നെ വലിയ സ്ഥാനത്തെത്തിയാലും അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒഴിവായി പോകൂല. അള്ളാഹു കൽപ്പിച്ചതൊക്കെ അവരെടുക്കണം. അള്ളാഹ് വിരോധിച്ചതൊന്നും തന്നെ അവരിൽ നിന്ന് അള്ളാഹു തആല ഒഴിവാക്കുന്നുമില്ല. പക്ഷേ ചില മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ മനസ്സ് അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് മനസ്സ് തെറ്റിപ്പോകലുണ്ട്. അവർക്ക് ഉഖലാഉൽ മജാനീൻ എന്നാണ് പറയുക, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നാണ് പണ്ഡിതന്മാരുടെ ഭാഷ. അത്തരം ആളുകൾ അവർ ഇഞ്ചിതാബുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞിട്ട് മനസ്സ് തെറ്റിപ്പോയവരാണ്. അത്തരം ആളുകൾക്ക് അവരുടെ മനസ്സ് റെഡിയില്ലാത്തതിനാൽ പടച്ചവന്റെ കൽപ്പനകൾ അവർക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കാതെ വരും. അത് ഔലിയാക്കളിലെ രണ്ടാം മർത്തബക്കാരാണ്. ഒന്നാം മർത്തബക്കാർക്ക് അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ആളുകളെ തരീഖത്തിന്റെ ശൈഖന്റെ നിലക്ക് പോയിട്ട് കൈപിടിച്ചിട്ട് അവരെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കാൻ പാടില്ല. പക്ഷെ ഔലിയാക്കൾ തന്നെയാണ്. ഇത് ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു ഫതാവയിൽ ഫതാവൽ ഹദീസിൽ വിവരിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ശറഹുൽ അഖായിദിന്റെ മുസന്നിഫ് തന്നെ പറയണമെങ്കിൽ ബഹുമാനപ്പെട്ടവർ തന്നെ പറയുന്നത് കേട്ടോളൂ. വഅന്ത ഖബീറുൻ ബിഅന്ന അൽ-ആരിഫ ലാ യസ്മു മിനൽ ഇബാദ വലാ യഫ്തറു ഫി ത്വാഅ ولا يسأل الهبوط من أود الكمال إلى حضير النقصان والنزول من معارج الملك إلى منازل الحيوان، بل ربما يحصل له كمال الانجذاب إلى عالم القدس والاستغراق في ملاحظة جناب الحق بحيث يذهب عن هذا العالم ويخل بالتكاليف من غير تأثم بذلك لكونه في حكم غير المكلف كالنائم، وذلك لعجزه عن مراعاة الأمرين وملاحظة الجانبين، فربما يسأل دوام تلك الحالة وعدم العود إلى عالم الظاهر، وهذا الظهور هو الجنون الذي ربما يرجح على بعض العقول، والمتسمون به هم المسمون بمجانين العقلاء. وبهذا يظهر فضل الأنبياء على الأولياء، فإنهم مع استغراقهم أكمل وانجذابهم أشمل، لا يقلون بأدنى طاعة ولا يذهلون من هذا الجانب ساعة، لأن قوتهم القدسية من الكمال بحيث لا يسألها شاغل عن ذلك الجناب، ولذا لا يكون عليهم أدنى ذلة عن منهج الصواب. ഇതിന്റെ അർത്ഥം, ഓ മുതഅല്ലിമീങ്ങളെ, നിങ്ങൾ ഉസ്താദുമാരെ കൊണ്ട് വെപ്പിച്ചോളൂ. ഇതിൽ പറഞ്ഞത് ചുരുക്കിയാ ഞാൻ പറഞ്ഞത്, മഹാന്മാരായ അമ്പിയാക്കളെ പോലെ പൂർണ്ണതയുള്ളവർക്കും അവരോട് തൊട്ടടുത്തു നിൽക്കുന്ന ഔലിയാക്കളായ പൂർണ്ണത കൈവരിച്ചവർക്കും അവരെ മനസ്സ് അള്ളാഹുവിനെ സ്നേഹിച്ച് തെറ്റിപ്പോവില്ല. അവര് പരിപൂർണന്മാരാണ്. അതേ സമയത്ത് ആ പരിപൂർണത എത്തിക്കാത്ത ചില ഔലിയാക്കൾ അവരെ മനസ്സ് അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഭ്രാന്തായി പോയവരുണ്ട്. അത്തരം ആളുകൾ അവർക്ക് തക്ലീഫ് ഉണ്ടാകുന്നതല്ല. അത്തരം ആളുകളെ ശൈഖായിട്ടൊട്ട് സ്വീകരിച്ച് തരീഖത്ത് വാങ്ങാനും പറ്റൂല കേട്ടോ. കള്ളത്തരീഖത്തുകാര് അവരെ തമ്മാടിത്തം ചെയ്യുന്ന കള്ളന്മാരെ പറ്റി അങ്ങനത്തെ ആളാണെന്ന് പറയണ്ട. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇമാമിങ്ങൾ വിവരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്താണ്? ഒരു ചങ്ങാതി ഉണ്ടല്ലോ, CM മടവൂരിനെ കുറ്റം പറഞ്ഞ മൗലവി, നൂർഷാത്തരീഖത്ത് മുജാഹിദി പോയ മൗലവി. ചങ്ങാതി പറയാണ് ശംസുൽ ഉലമയെ തള്ളുക.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആയിരക്കണക്കിന് ശിഷ്യന്മാരുള്ള ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ആയിരക്കണക്കിന് പണ്ഡിതന്മാര് ശിഷ്യന്മാരുള്ള ഇന്ന് ലോകത്ത് തന്നെ എടുത്തു പറയാനും ദുആ ചെയ്യിപ്പിക്കാനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാനല്ലേ സയ്യിദായതോടുകൂടെ തന്നെ ലോകപ്രശസ്ത പണ്ഡിതനായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി തവ്വലല്ലാഹു അംറഹു ബിഅസ്സഹത്തി വൽ ആഫിയ. അങ്ങനെ താലിമീങ്ങളെ സംബന്ധിച്ച്, അതുപോലെ ബ്രിട്ടനിലോ അമേരിക്കയിലോ ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ശരി, അറേബ്യൻ രാജ്യത്തോ എന്ത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ലോക മുസ്ലിം രാഷ്ട്രങ്ങളിലും അല്ലാത്ത രാഷ്ട്രങ്ങളിലും ക്ഷണിക്കപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ ഏകനായ പണ്ഡിതനല്ലേ ശൈഖുനാ കാന്തപുരം ഉസ്താദ്. സഹോദരന്മാരെ, ആ മൂന്ന് മഹാന്മാരെയും എടുത്തുകൊണ്ട് ഈ നൂറിശാ തരീഖ് എന്ന മുജാഹിദിൽ വന്ന ഈ സാധു മനുഷ്യൻ പറയുന്നു, ശംസുൽ ഉലമയെ തള്ളിക്കോ, താജുൽ ഉലമയെ തള്ളിക്കോ, ഖമറുൽ ഉലമയെ തള്ളിക്കോ, അവരൊക്കെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കാണ്. സ്വർഗത്തെ കൊണ്ടുവന്നൊരു കൂട്ടര്. അതൊന്ന് കേട്ടോളി നിങ്ങൾ. ആ ചങ്ങാതി എന്നെ പറയുന്നൊന്ന് കേട്ടോളി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമയെ തള്ളുക, താജുൽ ഉലമയെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? ആ കളിയൊക്കെ പിന്നെ നേരത്തെ മറ്റേതിന്റെ സൂക്കേടുണ്ടാവുമല്ലോ, ഏത് ഒന്നിന്റെ കൂടെ കൂട്ടിക്കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ടാണ് ഈ അക്കളിയൊക്കെ. ഇനി നിങ്ങൾ കേട്ടോ, ഈ ആലിമീങ്ങളെ മുഴുവനും തള്ളണം. സ്വീകരിക്കേണ്ടതാരേ എന്നാ ഇനി ഞാൻ പറയാൻ പോകുന്നത്. പച്ചക്കള്ളം പറയുന്നത് എ പി അബ്ദുൽ ഖാദർ മൗലവിയെ. അയാൾ പറയുന്നത് ഈ മഖ്ബറയില് ജാറത്തില് പെട്ടിയുണ്ടല്ലോ, അത് നിങ്ങൾ പൈസ ഇടാണ്ടിരുന്നാൽ 6 മാസം കൊണ്ട് എല്ലാ ജാറും അപ്രത്യക്ഷമാവും. എന്നാ മൗലവി, ഏറ്റവും മഹത്വമുള്ള ജാറമുള്ളത് മദീനയിലല്ലേ? അവിടെ പെട്ടി പൈസ ഇടലില്ലല്ലോ. അവിടെ പെട്ടി പൈസ ഇടാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് പച്ചക്കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചിട്ടില്ലേ? എന്നാൽ ആ മദീനത്തെ ജാറം അവിടെ നൂറ്റാണ്ടുകളായി നിൽക്കുന്നില്ലേ? ആ ജാറമല്ലേ പച്ചക്കുബ്ബയുള്ള ജാറം? നിങ്ങളെ ദാദാപുരത്ത് വന്ന ഹുസൈൻ സലഫി അതിന് കള്ളജാറമെന്നാ പറഞ്ഞത്. അതിന്റെ പ്രസംഗത്തിൽ അതിന്റെ മറുപടിയും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ എന്തു ചെയ്യും, ഈമാനി മൗലവിമാർക്ക് ഇല്ലല്ലോ. മൗലവിന്റെ ഓഫീസിനെ കുറിച്ച് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ മൗലവി ഇഷ്ടപ്പെടുമോ? അയാളെ വീട്ടിനെ കുറിച്ച് കള്ള വീട് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമോ? ലോകത്തിന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ആ പച്ചക്കുബ്ബയുള്ള ജാറത്തെക്കുറിച്ച് കള്ളജാറമെന്നല്ലേ ഹുസൈൻ സലഫി പറഞ്ഞത്? എന്നാ സലഫിനെ ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങളൊന്ന് ശരിക്കും ചിന്തിക്കുക. ആ അബ്ദുൽ ഖാദർ, എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞത് നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്ന 6 മാസം കൊണ്ട് പൂട്ടും പോലും ജാറം പൈസ ഇടാതിരുന്നാ മതി എന്നാണ്. മദീനത്തെ ജാറം അവിടെ പെട്ടിയിൽ പൈസ ഇടാതെ നൂറ്റാണ്ടുകൾ നിൽക്കുന്നില്ലേ മൗലവി? നിങ്ങളെ മുന്നിൽ മസ്തിഷ്കം പണയം വെച്ചാ ചിന്താശക്തിയില്ലാത്ത മുജാഹിദുകളാണെന്ന് വെച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് ചിന്തയില്ലെന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി ചിന്തിച്ചു പോയോ? വെക്കുമോനെ എ പി അബ്ദുൽ ഖാദർ മൗലവി പറയട്ടെ. എന്റെ ചെറുപ്പത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഈ ജാറം കെട്ടിയിട്ട് അതിനെങ്ങനെ ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ അവിടെ ചെല്ലുന്ന ആളുകൾ അവിടെ പണിടുന്നുണ്ട്. അപ്പൊ അന്നൊക്കെ ആളുകൾ ചോദിച്ചിരുന്നു, പണ്ഡിതന്മാർ നമ്മളോട് ചോദിച്ചിരുന്നു, എന്താണ് സിയാറത്ത് സുന്നത്തല്ലേ, സിയാറത്തിന് പോകണതിനെന്താ? അപ്പൊ ഞാൻ അന്ന് പറയാറുള്ളത് സിയാറത്ത് സുന്നത്താണ്, അതിനിങ്ങനെ കെട്ടിവേറി പോകേണ്ടതില്ല. ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ് എന്നാണല്ലോ. 3 പള്ളികൾക്ക് എങ്ങനെ ഒരുങ്ങി പോകേണ്ടുള്ളൂ. ശരി, അത് കുറച്ച് കാലത്തിന് ഞങ്ങൾ മറക്കുകയാണ്, നിങ്ങൾ പോയിക്കോളി. പോയിട്ട് അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ സലാം ചൊല്ലിക്കോളി. നബി പഠിപ്പിച്ച സലാം. അവിടുന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ പെട്ടിക്കാരിക്കുണ്ടാവും, അവരോട് അസ്സലാമു അലൈക്കും പോട്ടെട്ടോ പിന്നെ കാണാം എന്ന് പറഞ്ഞ് നിങ്ങൾ പോന്നാളി, അവിടെ പൈസ കൊടുക്കണ്ട. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 6 മാസത്തിലേറെ ഒരു ജാറും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്ത 6 മാസത്തിലേക്ക് ഒരു ജാറും ഉണ്ടാവില്ല.
എന്നാ മദീനത്തെ പള്ളിയിൽ സിയാറത്തിന് പോകുന്നവരോട് പെട്ടി പൈസ ഇടലുണ്ടോ? എന്റെ 6 മാസമായിട്ട് ജാറില്ലേ അവിടെ? ഒരൊറ്റ രോമം ഇയാൾക്ക് നരക്കാൻ ബാക്കിയില്ലല്ലോ, എന്നിട്ട് കള്ളത്തരം പറയണം. ഒരു രോമം നരക്കാൻ ബാക്കിയില്ല. തിപ്രായമുള്ള കാലത്ത് കളവ് പറയണോ ഈ മൗലവി? എന്ത് പറ്റിപ്പോയി? ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, പച്ചക്കള്ളം പറയും. ഇവരെ കൂടെയാണോ ഞങ്ങൾ ശംസുൽ ഉലമയും താജുൽ ഉലമയും വിട്ടിട്ട് വരേണ്ടത്? ഈ പച്ചക്കള്ളം പറയുന്ന മൗലവിന്റെ കൂടെ? എന്നാൽ ഇനി ഞാൻ കേൾപ്പിക്കുന്ന എന്താ അറിയോ? മുജാഹിദ് 2 വേറൊരു കാരണം എന്താ? ഈ AP അബ്ദുൽ ഖാദർ മൗലവി കോടിക്കണക്കിന് ഉറുപ്പിക കൈവശം വെച്ചിട്ട് മുജാഹിദീങ്ങൾ അതിന്റെ കണക്ക് ചോദിച്ചു. ജില്ലാ സെക്രട്ടറി മമ്മു കണക്ക് ചോദിച്ചു യോഗത്തിൽ. മമ്മൂനോട് ഇയാളെന്താ പറഞ്ഞെന്നറിയോ? ഇവിടെ വന്നിട്ട് ഒരു ചങ്ങാതി പറയാണ്, നമ്മൾ ഇതിൽ കൂടിയത് കൊണ്ട് നമുക്ക് ബസ്സിന്റെ പൈസ കിട്ടൂല, തോന്നും ഞമ്മക്ക് എന്തോ എടുത്തു കൊടുക്കണോന്ന്. എന്നാല് ഇവർക്കൊക്കെ ലക്ഷങ്ങളാണ്. ആ ലക്ഷങ്ങൾ എങ്ങനെ വരുന്നു ഞാൻ ശേഷം പറയുന്നുണ്ട്. ഈ ലക്ഷങ്ങളുടെ കണക്ക് മമ്മു, ജില്ലാ സെക്രട്ടറി മമ്മു നമ്മളെ AP അബ്ദുൽ ഖാദർ മൗലവിനോട് ചോദിച്ചു കണക്ക്. അപ്പൊ മൗലവി എന്താ പറഞ്ഞറിയോ? മമ്മു, കുപ്പായം ഞാൻ കഴിക്കാം, മുണ്ടും വേണേ കഴിക്കാം, ട്രൗസർ കഴിപ്പിക്കരുതേ എന്നാ പറഞ്ഞു. നിനക്ക് കണക്ക് പറയൂല. അത് ഞാൻ പറയല്ലോ. മുജാഹിദീങ്ങൾ തമ്മിൽ വാദപ്പെടുക എന്നെത്തി മഞ്ചേരിന്നേ 5 CD ഉണ്ട്. എന്റെ അടുത്തുണ്ട്. എന്നോട് ഇവർക്ക് ഭയങ്കര സ്നേഹ, കാരണം ഞാനുമായിട്ട് ഭയങ്കര ബന്ധ. 5 CD ഉണ്ട് എന്റെ അടുത്ത്. ആ വാദപ്രതിവാദത്തിൽ നിങ്ങളെ നാട്ടിന്റെ അടുത്തല്ലേ നമ്മളെ കരിമ്പിലാക്കൽ ലത്തീഫ് മൗലവി, ആ അബ്ദുൽ ലത്തീഫ് മൗലവി ചോദിക്കാണ്, നിങ്ങൾ കണക്ക് ചോദിച്ചിട്ട് മമ്മൂനോട് പറഞ്ഞ് ട്രൗസർ വയ്ക്കാൻ പറ്റൂല എന്നല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ 2 എന്ന് ചോദിക്കുന്ന ആര്? അബ്ദുൽ ലത്തീഫ് മൗലവി. അതൊന്ന് വെച്ചാട്ടവനെ മമ്മു. ഈ സംഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായ സ്രോതസ്സുകളെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് ദൂരീകരിക്കേണ്ടത് സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികളുടെ ചുമതലയായിരുന്നു. അത് ദൂരീകരിക്കാത്തത് സംഘടനക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിന് ഏറ്റവും അധികം പണം ലഭിച്ച പ്രോജക്ട് വകുപ്പ് കോടിക്കണക്കിന് രൂപയുടെ വരവുള്ള ഈ ഇനത്തിൽ, അതിന്റെ അടുത്തൊക്കെ ചെലവുള്ള ആ ഇനത്തിൽ അതിന്റെ സർക്കാരിന് സമർപ്പിക്കുവാനുള്ള ഓഡിറ്റ് ചെയ്ത കണക്ക് മാത്രമാണ് ആളുകൾ കാണാറുള്ളത്. എന്നാൽ ഓരോ പ്രോജക്ട് നടപ്പിലാക്കുമ്പോഴും ഓരോ പ്രദേശത്തേക്ക് വന്നിരിക്കുന്ന പ്രോജക്ടുകൾ അവർക്ക് നൽകുമ്പോഴും അതിന്റെ 5% മുതൽ മേലോട്ടുള്ള സംഖ്യ KNMന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്ന പേരിൽ അവിടെ എടുത്തു വെക്കാറുണ്ട്. അങ്ങനെ എടുത്തു വെക്കുന്ന പണം ലക്ഷക്കണക്കിന് രൂപകൾ ഓരോ ടീമിലും ഉണ്ടാവാറുണ്ട്. എന്നാൽ ആ പണത്തിന്റെ കണക്ക് ഒരിക്കലും ഒരു കൗൺസിലിലോ ഒരു എക്സിക്യൂട്ടീവിലോ ഒരു സെക്രട്ടേറിയറ്റിൽ പോലും അവതരിപ്പിക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ KNMന്റെ പേരിൽ വിദേശത്ത് ശമ്പളം വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുന്നു പറയുന്ന കുറെ ദാരിമാരുണ്ട് പോലും. ആരാണവർ? എവിടെയാണവർ? എന്താണ് അവരുടെ യോഗ്യത? ആരാണ് അവരെ നിശ്ചയിച്ചത്? എന്നാണ് അവർ ദാരിമാരായത്? അവരെവിടെയാണ് ജോലി ചെയ്യുന്നത്? അവരുടെ ശമ്പളം എത്രയാണ്? തുടങ്ങിയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഘടനക്കകത്ത് കൗൺസിലുകളിൽ നിന്ന് ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഉത്തരവുണ്ടായിരുന്നില്ല. എന്നാൽ എക്സിക്യൂട്ടീവിലും കണക്ക് വെക്കുന്നില്ല എന്നത് അന്ന് എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറിമാർക്ക് ബോധ്യപ്പെട്ടു. അന്ന് മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ KNMന്റെ ഒരു ടേമിലെ സംസ്ഥാന ഓഡിറ്ററുമായിരുന്ന മമ്മു സാഹിബ് എന്നെ ചോദിച്ചു, നിങ്ങൾ എക്സിക്യൂട്ടീവിൽ കണക്ക് വെക്കാമെന്ന് പറഞ്ഞുവല്ലോ, എവിടെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കണക്ക്? പ്രോജക്ടിന്റെ കണക്ക്, സ്ഥാപനങ്ങളുടെ കണക്ക്, ദാരിമാരുടെ കണക്ക്, ഇങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഈ സാമ്പത്തികമായിരിക്കുന്ന ഇടപാടുകളുടെ കണക്ക് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ AP അബ്ദുൽ ഖാദർ നൽകിയിരിക്കുന്ന മറുപടി, മമ്മു, നിങ്ങൾ തുണിയടിക്കണമെന്ന് പറഞ്ഞാൽ അഴിക്കാം, കുപ്പായം അടിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കാം, ബനിയനഴിക്കണമെന്ന് പറഞ്ഞാൽ അടിക്കാം, പക്ഷേ ഒരു ട്രൗസറെങ്കിലും ബാക്കി ഉണ്ടാവേണ്ടത്. മമ്മു സാഹിബ് ചോദിച്ചു, ഏതാണ് ആ ട്രൗസർ? സംഘടനയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ബോഡിയിൽ പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത അത്രയും നഗ്നമായി നിൽക്കുന്ന സംഗതി എന്താണ് എന്ന് ചോദിച്ചു. ഉത്തരവുണ്ടായിരുന്നില്ല. സ്വാഭാവികമായി കണക്ക് അവതരിപ്പിക്കാത്ത, കൃത്യമായി സുതാര്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാത്ത, ഏകാധിപത്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീമിനെ മാറ്റി നിർത്തുവാനും പകരം സുതാര്യമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന, കണക്ക് കൃത്യമായി അവതരിപ്പിക്കുന്ന മറ്റൊരു ടീമിനെ കൊണ്ടുവരുവാനും ശ്രമിച്ചേക്കുമെന്നുള്ള ഭയം ബഹുമാനായ AP അബ്ദുൽ ഖാദറിന്റെ മനസ്സിലുണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. അപ്പൊ ഈ രൂപത്തിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക അതിന്റെ കണക്ക് അവരുടെ ആൾക്കാർ തന്നെ ചോദിച്ചിട്ട് കൊടുക്കാത്ത മൗലവിയെ അയാളാ പറയുന്നത് 6 മാസം കൊണ്ട് ജാറാങ്ങ് കൂട്ടിപ്പോവും, നിങ്ങൾ പൈസ ഇടാതെ വന്നാൽ മതി, എന്നാ പൈസ കൂടി ഓപ്പർ കിട്ടുമല്ലോ. നമ്മള് എവിടെയെങ്കിലും ജാറത്തിൽ കിട്ടുന്ന പൈസ കൊണ്ടും യതീംഖാന നടത്തലും പള്ളി മദ്രസ നടത്തലൊക്കെ നടക്കും. അപ്പൊ അതും കൂടി മൂപ്പരെ കൈ കിട്ടണമെന്നുള്ളതാണ്.
ഇനി സഹോദരന്മാരെ മൂപ്പര് പറയുന്നു, ഞങ്ങൾക്ക് മുജാഹിദിക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ, ഖുർആനും സുന്നത്തും അനുസരിച്ചങ്ങ് ജീവിച്ചാൽ നിങ്ങൾ മുജാഹിദായി. ഖുർആനും സുന്നത്തും അതാ, അത് ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞതാണ്. പറയാൻ വലിയ ആളാണ്, അതുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, AP തന്നെ പറയട്ടെ, AP അബ്ദുൽ ഖാദർ തന്നെ പറയട്ടെ, ഖുർആനും സുന്നത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വരെ ഖുർആനും സുന്നത്തും. അതിന് മുമ്പ് ഈ മൗലവി പറയും നാരിയത്ത് സ്വലാത്ത്, മൈതാനി പോയിട്ട് 27 രാവ് സ്വലാത്ത്. മൈതാനിന്ന് 27 രാവ് സ്വലാത്ത് എല്ലാം കിട്ടോ? നാരിയത്ത് സ്വലാത്ത് നരകത്തിലേക്കുള്ള സ്വലാത്ത്. മൗലവി പറയാ, അതിനെപ്പറ്റി ഞാൻ പലപ്പോഴും പ്രസംഗിച്ചാണ്, വിശദമായിട്ട് പറയുന്നില്ല. എന്റെ ഒരൊറ്റ ചോദ്യമാണ് കൊണ്ടോട്ടിയത്. ആരോടെ ചോദിക്കുന്നത്? മൗലവി AP അബ്ദുൽ ഖാദർ മൗലവിനെയാണ് വിളിക്കുന്നത്. ധൈര്യം ഉണ്ടെങ്കിൽ വാദപ്രതിവാദത്തിന് നാരിയത്ത് സ്വലാത്തിനായിക്കോട്ടെ, നിങ്ങളെ നാവ് കൊണ്ട് ചൊല്ലിയ സ്വലാത്തെടുത്ത് നിങ്ങൾക്ക് ഞാൻ മറുപടി. മൂപ്പര ചോദ്യം, ഏത് മുഹമ്മദ് നബി ആ നാരിയത്ത് സ്വലാത്ത് പഠിപ്പിച്ചത്? അതിന്റെ മറുപടി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പറഞ്ഞുതരാന്. ആദ്യ ആൾ നാരിയത്ത് സ്വലാത്തിന് വേണ്ടി പറയുന്നത് കേൾക്കി വെക്ക്. നാരിയ എന്ന് പറഞ്ഞൊരു സ്വലാത്തുണ്ടല്ലോ, വലിയ സംഗതി തന്നെയല്ല. നരകത്തിൽ കടക്കണ സ്വലാത്ത് എന്നാണ് വേണമെങ്കിൽ അതിന് പറയാവുന്ന അർത്ഥം. കേട്ടില്ലേ? എന്നെ കേട്ടോളി. മൗലവി എന്നിട്ട് നാരിയത്ത് സ്വലാത്ത്, നരകത്ത് കിടക്കുന്ന സ്വലാത്ത്, ഇപ്പൊ ജോറായിട്ടൊരു വെല്ലുവിളിയാണ്. എന്നാ വെല്ലുവിളി അറിയോ? വെല്ലുവിളി എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബി ചൊല്ലിയിട്ടുണ്ടോ എന്നാ. എന്നാ മൗലവിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് നബി ചെല്ലാത്തൊരു സ്വലാത്തും ചൊല്ലിയിട്ട് അയാൾ പ്രസംഗം തുടങ്ങി തന്നെ. അത് മുഹമ്മദ് നബി ചൊല്ലിയെ കാണിച്ചെന്നാൽ അതിന്റെ നേരെ ചോടെ വരിയിൽ മറ്റും കാണിച്ചു. നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഹദീസിന്റെ കിതാബിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ അതിന്റെ നേരെ ചോടെ വരിയിൽ നാരിയത്ത് സ്വലാത്ത് ഞാനും കാണിച്ചു തരും. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വാലിഹി വസഹബിഹി അജ്മഈൻ. ആ സ്വലാത്ത് എവിടെയുള്ളത്? അതിന്റെ നേരെ ചോടെ വരിയിൽ ആളെ നാരിയത്ത് സ്വലാത്തും ഉണ്ട്. അതാദ്യം കാണിക്കും. നിങ്ങളെ KP മുഹമ്മദ് ബിൻ അഹ്മദ്, ഞാൻ കരുനാഗപ്പള്ളിയിലെ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ, എന്റെ ഈ AP അബ്ദുൽ ഖാദർ മൗലവിക്ക് എന്റെ കേസറ്റ് ഒന്ന് കേട്ട് പഠിച്ചൂടെ? ഇനിയെങ്കിലും മരിക്കണ്ടേ ഇയാൾക്ക്? വയസ്സായില്ലേ? ഇനിയും പഠിക്കുന്നില്ല? AP മുഹമ്മദ് ബിൻ അഹ്മദ് നിങ്ങളെ മൗലവിയല്ലേ? ലെറ്റർ ഹെഡിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്തല്ലേ ഇത്? വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. KP മുഹമ്മദ് ബിൻ അഹ്മദ് ഒപ്പിട്ട് കൊടുത്ത്. ഇത് ഹദീസിലുണ്ട് സലാത്ത്. അങ്ങനത്തെ എത്ര സലാത്ത്? 10-20 സലാത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ മൗലവിമാര് ചൊല്ലിയ സലാത്ത്. നിങ്ങളെ ഇവിടെ ഇപ്പം വന്നിട്ട് പ്രസംഗിച്ചപ്പോ ഏകദേശം മൗലവിമാര് ചൊല്ലിയതും ഹദീസിലില്ലാത്ത സലാത്ത. പിന്നെ ഞങ്ങളോട് ചോദ്യം, നാരിയത്ത് സ്വലാത്ത് നബി ചൊല്ലിയിട്ടുണ്ടോ? നബി ചൊല്ലിയ സ്വലാത്ത് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ എന്ന് ഏത് കിതാബിലാണ് മൗലവി പറഞ്ഞത്? മൻ സല്ലാ അലയ്യ സ്വലാത്തൻ, എന്റെ പേരിൽ ഏതൊരു സ്വലാത്ത് ആര് ചൊല്ലിയോ സല്ലല്ലാഹു അലൈഹി അസ്റ 10 ഗുണം അല്ലാഹു തആല കൊടുക്കുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അതില്ലാന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? പിന്നെ ചില ചങ്ങാതികൾ ഭയങ്കര മുത്തക്കിങ്ങളാ. റമളാൻ 27 സ്വലാത്ത് നഗർ പോകരുത്. അന്ന് പള്ളിയിൽ ഈത്തിക്കാഫിരിക്കേണ്ട ദിവസാ. ഈത്തിക്കാഫിരുന്നോളൂ. പക്ഷേ AP അബ്ദുൽ ഖാദർ മൗലവി അന്ന് എവിടെയാ ഈത്തിക്കാഫിരുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞു തരണോ? ഏത് പള്ളിയിൽ ഞങ്ങൾ ഈത്തിക്കാഫിരുന്നത്? റമളാൻ 27 റമളാൻ അവസാനത്തെ 10 ദിവസവും ഏത് പള്ളിയിൽ ഞങ്ങൾ ഈത്തിക്കാഫിരുന്നത്? നിങ്ങൾ എവിടെ വന്ന മൗലവിമാരൊക്കെ ഏത് പള്ളിയിലാണ് ഈത്തിക്കാഫിരുന്നത്? പറയും, പള്ളിന്റെ പേര് പറയും. ശരി, ഒരു ദ്വാരക്കുന്ന സാസ് പോയിക്കൂടാ, സലാത്തിൽ സാസ് പോയിക്കൂടാ? പള്ളിയിൽ ഈത്തിക്കാഫിരിക്കുന്നവരെ ഖലീൽ തങ്ങൾ മൈതാനിലേക്ക് വിളിച്ചിരുന്നോ? പള്ളിയിൽ ഈത്തിക്കാഫിരിക്കാത്തവരല്ലേ വിളിച്ചത്? ഞാൻ ചോദിക്കുന്നു, വെള്ളിയാഴ്ച രാവിലെ സുബഹിന്റെ ഉടനെ തന്നെ പള്ളിയിലേക്ക് ജുമഅക്ക് പോകണമെന്നല്ലേ AP അബ്ദുൽ ഖാദർ മൗലവി കിതാബിലുള്ളത്? ബുഖാരിയിലുള്ളതല്ലേ? രാവിലെ പോയ ഒട്ടകത്തിനടുത്ത് കൊടുത്ത് ദാനം ചെയ്ത പ്രതിഫല. എന്റെ സാലുവേഷൻ തന്ന് എപ്പോഴാ പള്ളിയിൽ പോയത്? സാലുവേഷൻ തന്ന് അത് മൈതാനിയല്ലേ? അവിടെ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ പോയോ? ജുമഅക്ക് പോയോ പള്ളിയിലേക്ക്? പോട്ടെ, സാലുവേഷന്റെ തൊട്ട് അല്ലാത്ത വെള്ളിയാഴ്ച നോക്കേണ്ടി വരും. എന്നിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നേ. ഒരാൾ സലാത്തിന് പോയിക്കൂടാ, ദിക്റിന് പോയിക്കൂടാ, ദുആക്ക് പോയിക്കൂടാ. നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ എന്ത് പറഞ്ഞാലും മൂളാൻ മാത്രമുള്ള കുറെ അനുയായികൾ മുജാഹിദീങ്ങളെ കൊടുത്ത് പെട്ടു എന്ന് വിചാരിച്ചിട്ട് സുന്നിയൊക്കെ ബുദ്ധിയില്ല മനസ്സിലാക്കിയത്? ഇനി സഹോദരന്മാരെ ഞാൻ ചുരുക്കി പറയുന്നു, മൂപ്പര് പറയുന്ന എല്ലാറ്റിനും തെളിവ് മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത് മുക്കിപ്പിരിച്ചതാ. എന്നാ ഖുർആൻ സുന്നത്തും അന്ന് പറയട്ടെ, ഖുർആൻ സുന്നത്തും കാണിച്ചു തരാം. ഖുർആൻ മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞ അതേ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ പ്രദർശിപ്പിക്കുക. എന്നിട്ട് അതുമായി യോജിക്കാത്ത ചെത്തിക്കളയുക. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങളോട് വേറെ ഒന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാനില്ല.
ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ കണ്ടാൽ മുണ്ടിയിലെങ്കിലും വിരോധമല്ല, യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും മുമ്പിൽ വെച്ച് പരിശോധിക്കുവാൻ മുജാഹിദ് പണ്ഡിതന്മാരും തരികണ്ട. മനസ്സിലായോ? നിങ്ങൾ മിണ്ടിയില്ലെങ്കിൽ മിണ്ടായിരിക്കാൻ പറ്റുമോ? കണക്കില്ല ആളെടുത്തു നിങ്ങൾ മിണ്ടായിരിക്കാൻ പറ്റുമോ? ആളുകളോട് പിരിച്ച കണക്കില്ലെന്ന് എന്നിട്ട് മിണ്ടണ്ടാ മൂപ്പര് പറയുന്നു. എന്നാ മൗലവി ഞാൻ ചോദിക്കട്ടെ, ഞാൻ മാനമായി ചോദിക്കട്ടെ, ഖുർആനും സുന്നത്തുല്ലേ നിങ്ങളൊക്കെ സംഗതി? മൗലവി നിങ്ങളെ കൈകൊണ്ട് തന്നെ, നിങ്ങളെ കൈകൊണ്ട് ഒറ്റപ്പാലം കോടതിയിൽ 6% പലിശ ചോദിച്ചിട്ട് കേസ് കൊടുത്തിട്ടില്ലേ AP അബ്ദുൽ ഖാദർ മൗലവി? പലിശ ചോദിച്ചിട്ട് നിങ്ങൾ കോടതി കേസ് കൊടുത്തിട്ടില്ലേ? അതിനെപ്പറ്റി നിങ്ങളെ വാദപ്രതിവാദത്തിൽ കരിമ്പിലാക്കൽ അബ്ദുൽ ലത്തീഫ് മൗലവി ചോദിച്ചപ്പോ നിങ്ങളെ പക്ഷത്തു നിന്നുള്ള മറുപടി എന്താ? നിങ്ങൾ മുതലെങ്കിൽ അന്നേക്കും പലിശ വിട്ടുതരാൻ. ഞങ്ങൾ കേസ് കൊടുത്തിട്ടില്ല എന്നല്ല, പിന്നെ മുതലെങ്കിൽ അന്നേക്ക് പലിശ വിട്ടുതരാൻ. വിട്ടുതരണമെങ്കിൽ ആദ്യം അവകാശം ഉണ്ടാകണ്ടേ മൗലവി? പലിശക്ക് അവകാശം ഉണ്ടാവോ? അതെന്ന് വെച്ചാ ലത്തീഫിന്റെ കണക്കൊന്ന് നോക്ക്. മറുപടി പറയുന്നത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന വാചകം എതിർകക്ഷിയാൽ ഹർജിക്കാരൻ വരേണ്ട താഴത്തെ പലിശയും മേലാൽ വസൂലാവുന്നതുവരെ 6% പ്രകാരമുള്ള പലിശയും മുറി ഒഴിഞ്ഞ് കൈവശം കിട്ടുന്നതുവരെ മാസത്തിൽ 1000 രൂപ കണ്ടുള്ള മേലാൽ വാടകയും എതിർകക്ഷിയാൽ തരുമാൻ കൽപ്പിച്ചും വിധിയുണ്ടാവണമെന്നാണ്. ഇവരെ പലിശന്റെ കണക്കും കൊടുത്തിട്ടുണ്ട്. പലിശന്റെ കണക്ക് കേസ് കൊടുത്തതാ പലിശന്റെ. അതിന് മാസക്രമപ്രകാരം 6% പ്രകാരം 1/1/2002 മുതൽ 1/11/2003 കൂടി പലിശ 1265. ആകെ 24,265. നിങ്ങള് ദുനിയാവിന്റെ കോടതി മാത്രം പറഞ്ഞാൽ പോലെ പരലോകത്തെ കോടതി പറയണം. പോരാത്തത് കേനം അൽമനാറിന്റെ പേരിൽ ഇറക്കിയിരിക്കുന്ന ഈ പോക്കറ്റ് ഡയറിയിലത പലിശനെ കണക്കിലിരിക്കുന്ന ആർക്കൊണ്ടിയാണോ? നിങ്ങൾ മനസ്സിലായോ? അത് പറഞ്ഞതാ. KNM പുറത്തിറക്കിയ ഡയറിയിൽ പലിശന്റെ കണക്കിട്ട് ഇത് ആർക്കാണാവോ എന്ന് ആര് ലത്തീഫ് ചോദിക്കുന്നു. ഇപ്പൊ മുജാഹിദികൾ കൂട്ടച്ചിരിയ, എന്നിട്ടും രാജിവെക്കുന്നില്ല കേട്ടോ. അതോടുകൂടെ പലിശന്റെ കണക്കാൻ വായിച്ചത് കോടതി കേസ് കൊടുത്ത പലിശ ഇട്ടാന് ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയെ. ഇവിടുന്ന് പറയാണ്ട് ഖുർആനും സുന്നത്തും വെച്ച് ബാക്കി അങ്ങ് ചെത്തിക്കളാൻ. ചെത്ത് മൗലവി ചെത്ത്. പലിശക്കേത് ഖുർആനിലാ തെളിവ്? അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹ് ഹറാമാക്കി പലിശ, അല്ലാഹ് ഹലാലാക്കി കച്ചവടം. നിങ്ങൾ പലിശക്കല്ലേ മൗലവി കേസ് കൊടുത്തത്? ഇനി നിങ്ങൾക്ക് ഞാൻ കാണിക്കാമെന്നറിയോ? പണ്ടൊരു വാക്കുണ്ടേ, കുരിക്കള് നടന്ന് നിന്ന് മൂത്രമൊഴിച്ചാലേ കുട്ടികള് എന്താക്കുന്ന? നടന്ന് മൂത്രയിക്കൂ. ഇതുപോലെ AP അബ്ദുൽ ഖാദർ പലിശക്ക് കേസ് കൊടുത്താൽ അനുയായികൾക്ക് പിന്നെ പലിശ വായിക്കൂടെ? കണ്ട നിങ്ങൾ വരട്ടെ. എന്താണ് ബുക്കൊന്ന് നോക്ക്. നിങ്ങൾ സക്കാത്ത് കൊടുത്തുവോ എന്നിട്ട് കണ്ടോ നിങ്ങൾ സക്കാത്തിന്റെ തേങ്ങയൊക്കെ? സക്കാത്തിന്റെ തേങ്ങ പല സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ച ഫോട്ടോ. എന്താണിത്? ഈ KNM കാരപ്പറമ്പ് സക്കാത്ത് ശാഖ സക്കാത്ത് സെൽ മസ്ജിദുൽ മുജാഹിദീൻ കാരപ്പറമ്പ് നമ്മളെ സാര്വേഷൻ നടന്ന സ്ഥലത്തുള്ള ബഹുമാനപ്പെട്ട മുജാഹിദീങ്ങളാണ്. ആ മുജാഹിദീങ്ങളിൽ അവരെന്താ കൊടുക്കുന്നത് കണക്ക്? അവര് സക്കാത്ത് പിരിക്കുകയാണ്. മുജാഹിദീങ്ങളെ പരിപാടിയാണ് സക്കാത്ത്. മുതലാളിമാരോട് സക്കാത്ത് വാങ്ങാം. എന്നിട്ട് എന്താ മൗലവിമാർ ചെയ്യുന്നത്? നിങ്ങളോട് ഞാൻ പറയൂ, എന്താ ചെയ്യുന്നതെന്നറിയോ? സക്കാത്ത് വാങ്ങിയിട്ട് ബാങ്കിൽ കൊണ്ടിടുക. എന്റെ മൗലവിമാര് പലിശ വാങ്ങുക. എന്നിട്ട് അതിന്റെ കണക്ക് ഉളുപ്പില്ലാതെ ഒരു ലജ്ജയില്ലാതെ മുസ്ലിം സമുദായത്തിൽ പ്രചരിപ്പിക്കുക. പലിശന്റെ കണക്ക്, സക്കാത്തിന്റെ കണക്കു. സക്കാത്തിന്റെ കണക്ക് എങ്ങനെ? ഞാൻ മുസ്ലിമുകളോട് പറയുന്നത്, ഈ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിക്കാരും സക്കാത്ത് പിരിക്കാൻ വരുമ്പോ സക്കാത്ത് കൊടുത്താൽ അള്ളാന്റെ അടുക്കൽ വിടൂലേ? അള്ളാന്റെ അടുക്കൽ രക്ഷപ്പെടൂലേ? മുതലാളിമാരെ ശരിക്കും ശ്രദ്ധിച്ചോ. മഹസറിൽ ഞാനും ഉണ്ടാവും, നിങ്ങളും ഉണ്ടാവും. ആലോചിച്ച് വെച്ചോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കണക്ക് എന്ത് കണക്ക്? സക്കാത്തിന്റെ കണക്ക്. ഒന്ന് നോക്ക് നിങ്ങൾ സക്കാത്തിന്റെ കണക്ക്. ഞാൻ വായിക്കാം. മുജാഹിദിന്റെ സക്കാത്ത് പിരിച്ചിട്ട് ഇവര് കൊണ്ടുപോയിട്ട് കണക്ക് പ്രസിദ്ധീകരിക്കുന്നത് കണ്ടോളി. നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. സ്ക്രീനിലതാ. KNM കാരപ്പറമ്പ് ശാഖ സക്കാത്ത് സെൽ 2005 ഒക്ടോബർ മുതൽ 2006 സെപ്റ്റംബർ വരെ വരവ് ചെലവ് കണക്ക്. അവതരിപ്പിച്ചൊരു കണക്കായി. അവതരിപ്പിക്കാത്ത വേറെ കുറെ ഉണ്ടല്ലോ. എനിക്കേട്ടോളെ കണക്ക്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്നതിലും ആലോചിച്ചോളി. സക്കാത്തും പോയി പലിശ വരികയും ചെയ്തു. രണ്ടുമാണ്. ഒന്ന്, മുൻ വർഷത്തെ ബാക്കി 41,104.60.
ഇങ്ങോട്ടും നിങ്ങൾക്ക് മനസ്സിലായോ? കഴിഞ്ഞ കൊല്ലം ചില മുതലാളിമാര് കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. അത് ഇക്കൊല്ലവും മൗലൈമാര് കൊടുക്കാണ്ട് ബാക്കിയാക്കി വെച്ചിരിക്കുന്നു. അതെന്താ കാരണം? സാധുക്കൾ തീർന്നുപോയി. സാധുക്കൾക്ക് അതാത് കൊല്ലത്തിൽ കൊടുക്കേണ്ടിയല്ലേ സക്കാത്ത്? അത് കഴിഞ്ഞ കൊല്ലം കൊടുത്തേൽപ്പിച്ച സക്കാത്ത് കൊടുക്കാണ്ട് ബാക്കിയായി. എന്നെ കാരണോ കേരളത്തിൽ സാധുക്കൾ തീർന്നു പോയാൽ പിന്നെന്താ ചെയ്യാ? കഴിഞ്ഞ കൊല്ലത്തെ സക്കാത്ത് ബാക്കി വെച്ച്. എന്തിനാ ഇത് ബാക്കി വെച്ചത്? പലിശ വാങ്ങാൻ, ബാങ്കിലിടാൻ ബാക്കി വായിക്കി. മേൽപ്പറഞ്ഞ കാലയളവിൽ മൊത്തം വരവ് 2,65,522. ഇനിയതാ വരവ് മൂന്നാമത്തെ കണക്ക് നോക്കിക്കോളി. ബാങ്ക് പലിശ 939. സക്കാത്തിന്റെ കമ്മിറ്റിയിലേക്ക് ബാങ്ക് പലിശ വരവ്. ഇതെന്ത് സക്കാത്താ? അപ്പൊ മൗലൈമാര് മുതലാളിമാരോട് സക്കാത്ത് വാങ്ങി ബാങ്കിലിട്ട് പലിശ വാങ്ങുന്നു. എന്നിട്ട് ഇസ്ലാമിനെ ചോദ്യം ചെയ്തുകൊണ്ട്, ഖുർആനിനെ ചോദ്യം ചെയ്തുകൊണ്ട് പരസ്യമായി പ്രസിദ്ധീകരിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഖുർആനും സുന്നത്തുമാണ് ഒരു മുജാഹിദേ. നല്ല ഖുർആനാ. ഇനി കേട്ടോളി. ഇതിൽ തന്നെ സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത് എന്നവർ പറയുന്നു. അത് ഖുർആനാ. ഖുർആൻ കേട്ടോളെ. ആർക്കാണ് സക്കാത്ത് നൽകേണ്ടത്? വായിച്ചോളി. സക്കാത്ത് മുതലുകൾ നൽകേണ്ടത് ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. ആളെ മനസ്സിലായില്ലേ? അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും. ഞാൻ മൗലവിമാർക്കും കൂടി അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർ. അല്ലാതെ ഇസ്ലാമിക ഭരണ അധികാരികളില്ലാത്ത സ്ഥലത്ത് എന്ത് ആമിലിങ്ങൾ സക്കാത്ത ഇരിക്കട്ടെ. എന്നിട്ട് പറയാൻ മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും. ആർക്ക്? മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും. ആ ഇണകളായി ഇവിടെ വന്നത്. കുണ്ടോട്ടി കുറെ ഇണകൾ വന്നില്ലേ? അത് മനസ്സുകൾ ഇണക്കപ്പെട്ടവരാ. എങ്ങനെയാണ് ഇണക്കിയത്? മുതലാളിമാരോട് സക്കാത്ത് വാങ്ങിയിട്ട് വടക്കും തെക്കുള്ള കുറച്ച് കുട്ടിയൊക്കെ അങ്ങ് കൊടുത്ത്, എന്നിട്ട് പലിശയും വാങ്ങിയിട്ട് പലിശ മുതലും. അങ്ങനെ ആ മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്ന് പറഞ്ഞത്. അല്ലാതെ മുഅല്ലഫത്തുൽ ഖുലൂബിന്റെ സക്കാത്താണോ ഇവർ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്? ഇരിക്കട്ടെ, മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അള്ളാഹുവിന്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്. എന്തായാലും കിടക്കട്ടെ. ഈ 8 വിഭാഗം അതിൽ ഫുഖഹാഉ ശരിയായ വശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ 8 വിഭാഗത്തിന് മാത്രമല്ലേ സക്കാത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ തന്നെ ഈ പ്രസിദ്ധീകരിച്ച ബുക്കിൽ പറഞ്ഞില്ലേ? എന്നാ നമ്മളെ കണക്കൊന്നുകൂടി എടുക്കുമോനെ? സക്കാത്തിന്റെ കണക്കൊന്നുകൂടി എടുക്കും. നിങ്ങൾ നോക്കിക്കോ. ചെലവെന്ന് നോക്കാം. നമ്മൾ വരവല്ലേ നേരത്തെ വായിച്ചത്. ഇനി ചെലവെന്ന് വായിക്കാൻ കേട്ടോളൂ. ചെലവ്, ഒന്നാമത്തെ ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. സക്കാത്തിന്റെ ചെലവ് പ്രിന്റിംഗ് ചാർജ് 520. OAP അബ്ദുൽ ഖാദിർ മൗലവി, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നമ സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ വൽ പ്രിന്റിംഗ് അങ്ങനെ ഖുർആനിലുണ്ടോ? നിങ്ങൾ ഖുർആനും സുന്നത്തിന്റെയും ആളുകളാണെന്നല്ലേ പറയുന്നത്. എന്നാൽ പ്രസ്സിലേക്ക് നിങ്ങളെ നോട്ടീസ് അടിച്ചതിന് സക്കാത്ത് കൊടുക്കാമെന്ന് ഏത് കിതാബിലാ, ഏത് ഖുർആനിലാ മൗലവി പറഞ്ഞത്? ഏത് ഹദീസിലാ പറഞ്ഞത്? ഇനി വായിച്ചാൽ എന്താ രസോന്നറിയോ? എങ്ങനെ തൊലിക്കറ്റുണ്ടാകുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് കണക്ക് കേൾക്കുള്ളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോളെ. കടം വീട്ടാൻ സഹായം, രോഗചികിത്സ, വീട് നിർമ്മാണം റിപ്പയർ, തൊഴിൽ സഹായം, കുടുംബ പെൻഷൻ, വീട് വൈദ്യുതീകരിക്കുന്നതിന്, പഠനത്തിനു സഹായം. ഇനി അടുത്ത കണക്കൊന്ന് വായിച്ചു നോക്ക്. സാമ്പത്തിക സഹായം നൽകിയത്. പിന്നെ ഇതുവരെയുള്ള പിന്നെ എന്ത് സഹായം? പിന്നത്തെ കണക്കാ സാമ്പത്തിക സഹായം നൽകിയത്. ഇതുവരെ പിന്നെ എന്ത് സഹായം? സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരന്മാരെ, ഇവരാണ് ഖുർആനും സുന്നത്തും വേണമെന്ന് പറയുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ചുരുക്കുകയാണ്. നോമ്പിനെ സംബന്ധിച്ച് നമ്മളെ സക്കരിയ സലാഹി പറയുന്നു, സുബഹി ബാങ്ക് കൊടുത്താ പോരാ. സുബഹി ബാങ്കും കൊടുത്തിട്ട് അതിന്റെ ശേഷം ഇഖാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കാന്ന് നബി പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. പൊതുവെ നബിയുടെ അത്താഴത്തിന്റെ പതിവ് ഇപ്രകാരമായിരുന്നെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സുബഹി ബാങ്ക് വിളിക്കുമ്പോഴും ഇഖാമത്ത് കഴിഞ്ഞ ശേഷവും വെള്ളം കുടിക്കാൻ നബി അനുവദിച്ചിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് വേറൊരു സംഗതിയാണ്.
അതെന്താണ്? സുബ്ഹാനല്ലാഹ്, ഫാത്തിഹ ഓതിയാല് അവർക്ക് പറ്റൂല. അവർക്ക് എന്താ വേണ്ടതെന്നറിയോ? ഫാത്തിഹയ്ക്ക് പകരം ഫാത്തിഹന്റെ അർത്ഥങ്ങൾ ഒരു പാട്ടാക്കി. എങ്ങനെ? സർവേശ്വരന് സർവസ്തോത്രങ്ങളും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പറഞ്ഞാണ്. അതുപോലെ തുടങ്ങിയിട്ട് പാട്ട്. എന്നിട്ട് ഈ പാട്ട് നമ്മളൊക്കെ ഫാത്തിഹ ദ്വാരക്കുമ്പോ ഏതെങ്കിലും ഒരു ആലിമീങ്ങളെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയാ, ഒരു തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിച്ച് ആമീൻ പറയുകയാണല്ലോ. എന്നാൽ ഇവരെ പരിപാടി എന്തറിയോ? 2 1 നമ്പർ പെൺകുട്ടികളെ വിളിക്കുക. എന്നിട്ട് ആ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറുക. എന്നിട്ട് മൗലവിമാരും മുജാഹിദീങ്ങളൊക്കെ അതബോധ ഗുരുത്തത്തോടെ ജനഗണമന ചെല്ലുമ്പോൾ നിൽക്കുന്ന മാതിരി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈ 2 പെൺകുട്ടികൾ ഫാത്തിഹന്റെ അർത്ഥം മലയാളത്തിൽ പാട്ടാക്കിയിട്ട് പാടുക. ഇവരിങ്ങനെ ഭക്തിയോടെ നിൽക്കുക. സെലഫി ഫെസ്റ്റ, സെലഫി ഫെസ്റ്റ്. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നത്തെ പരിപാടി ഫാത്തിഹ ഓതിയല്ലോ. പിന്നെ അടുത്ത പരിപാടി കുപ്പായിടാത്ത കുറച്ച് ചെണ്ടോട്ടുന്ന മുട്ടുകാര്. ആ മുട്ടുകാര് കുറച്ച് പെണ്ണുങ്ങന്മാരും കുറച്ച് പെൺകുട്ടികളും ആൺകുട്ടികളും. എന്നിട്ട് മുന്നില് പെൺകുട്ടികള് മക്കനെ ഇട്ടിട്ട് ബാനർ, സെലഫി ഫെസ്റ്റ് ബാനർ. ബേക്കില് കുപ്പായിടാത്ത ഈ അവര് ചെണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടുണ്ടും തന്നെ മുട്ട്. അങ്ങനെ മുട്ടുമ്പോ മുട്ടിയിട്ട് സെൽഫികൾ ഇങ്ങനെ പോവാണ്, ആണും പെണ്ണൊക്കെ കലർന്നിട്ട്. അപ്പോ കുറച്ച് കരടികളും, മുജാഹിദ് മൗലവിമാർ കരടിയായതാണ്. എന്നിട്ട് കരടിന്റെ തുള്ളു, ഭയങ്കര തുള്ളു. അങ്ങനെ കരടി തുള്ളിക്കൊണ്ടിരിക്കുമ്പോ മുട്ട്, ഉറഞ്ഞ മുട്ട്, ടുണ്ടുണ്ടുണ്ടുണ്ടും തന്നെ മുട്ട്. അങ്ങനെ മുട്ടുമ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പൊ ഫാത്തിഹ ഓതിയിട്ട് തുടങ്ങിയതായി. അതിൽ പിന്നെ ഒരു നമ്മുടെ നാട്ടിൽ ഓണപ്പെട്ടെന്ന് ഒരു ഓണത്തിന്റെ ഒരു മഹാബലി എന്ന് പറഞ്ഞ് വരാന് ഭയങ്കര താടി ഒരു കൊടിയെല്ലെടുത്തൊരു ചങ്ങാതി. പിന്നെ നോക്കുമ്പോ മുസ്ലിം പെണ്ണുങ്ങള് മക്കനെ ഇട്ടിട്ട് അവരും ഹിന്ദു സ്ത്രീകളും താലപ്പൊലി. നിങ്ങൾ വിളക്ക് കാണില്ലേ, അയ്യപ്പ വിളക്ക്, അതെന്നെ പരിപാടി, സെലഫി ഫെസ്റ്റ. അതും കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേജുമ്മന് വന്നിട്ട് പിന്നെണ്ടൊരു പരിപാടി. അത് പുരുഷന്മാര് നോക്കുന്നത് ഗുണമില്ല, അവിടെ പെണ്ണുങ്ങൾ മാത്രം നോക്കിയാൽ മതി. വേറെ സെലഫി ഫെസ്റ്റ് നിങ്ങൾ ആണുങ്ങളും നോക്കിക്കോളി, അവിടെ നടക്കുന്ന സംഖ്യയൊന്നും ആണുങ്ങൾ നോക്കണ്ട, അത് പെണ്ണുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കാണിക്കാം. ഇതൊന്ന് വെച്ചു കൊടുക്കുമോനെ, സെലഫി ഫെസ്റ്റ് ആണ്. ആദ്യം ഫാത്തിഹ മലയാളത്തിൽ വരട്ടെ. മേപ്പയൂർ സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, അബൂസാജിദ ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, പുണ്യശാലിയായ സകലേശന്റെ തിരുനാമത്തിലാരംഭിപ്പൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനാക സകല സ്തോത്രങ്ങളും. പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം, സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ. നയിക്കേണമെങ്ങളെ നേരായ മാർഗത്തിങ്കൽ, നിന്നനുഗ്രഹ പാത്രമായോർക്കൻ മാർഗങ്ങളിൽ. അങ്ങയാൽ വെറുക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടന്മാർ തൻ പാതയുമല്ല നൂനം. തിരിതെടുത്തൊരു കൊണ്ടീപം എവിടക്കിനാവു പോലെ പുലർന്ന പുതിയ പ്രഭാതം. കുഞ്ഞി മൂസമൊഴി തിരിതെടുത്തൊരു കൊണ്ടീപം എവിടക്കിനാവു പോലെ പുലർന്ന പുതിയ പ്രഭാതം. സലഫി സ്ഥാപനങ്ങൾ നാടി പ്രതാപം. ग्लानिर्भवति भारत
अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् സെലഫി ഫെസ്റ്റ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. ഖുർആൻ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ ഇതാണോ ഖുർആൻ സുന്നത്ത്? ഇതാണോ ഇസ്ലാം ദീൻ? وَقُلْ لِلْمُؤْمِنِينَ يَغُضُّوا مِنْ أَبْصَارِهِمْ وَيَحْفَظُوا فُرُوجَهُمْ ذَلِكَ أَزْكَى لَهُمْ. അന്യ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കരുതെന്ന് ഖുർആൻ പറയുമ്പോൾ പച്ചയായി പെൺകുട്ടികളെ, യുവതികളെ സ്റ്റേജിൽ കയറ്റിയിട്ട് നടക്കുന്ന തോന്നിവാസങ്ങൾ സലഫി ഫെസ്റ്റാണ് പോൽ. ഇത് ഖുർആൻ സുന്നത്തിലേക്ക് ക്ഷണിക്കലാണ് പോൽ.